ആത്മഹത്യ ചെയ്യൽ ശരിയോ തെറ്റോ? സമൂഹം അനുഭവിക്കുന്ന ഒരു ചോദ്യമാണത്. ഇത് ഭരണഘടന വെച്ചുകൊണ്ട് അങ്ങനെ പറയും. ഒരുത്തന്റെ ജീവിതം അയാൾ തന്നെ അവസാനിപ്പിക്കണമെന്ന് കരുതിയാൽ അതിനെങ്ങനെ കുറ്റം പറയും? ഭരണഘടന അനുസരിച്ചുകൊണ്ട്. പക്ഷെ മനുഷ്യൻ ഒറ്റത്തടിയാണോ? അള്ളാഹു തന്നതാണ് ജീവൻ എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിന്റെ ഒരു വാദമാണ്. സാമൂഹികമായിട്ട് തന്നെ ചിന്തിച്ചാൽ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്, രേഖാപരമാണ്. കല്യാണം കഴിക്കുമ്പോ കഴിയുന്ന കാലത്തോളം നിന്നെ നോക്കും എന്നുള്ളതാണ് അവിടെ അലിഖിതമായ ഒരു കരാർ, ബാധ്യതയാണ്. ബാധ്യതാ സഹിത സഹജീവനത്തിന്റെ പേരാണ് വിവാഹം. അപ്പൊ മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരെയൊക്കെ പെരുവഴിയിലാക്കിയിട്ടാണ് ഒരുപക്ഷെ വൈധവ്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. മറിച്ചും അതിനെ ഭരണഘടന എങ്ങനെയാണ് സമീപിക്കുക? ഇനി അതൊരു സങ്കീർണമായ വിഷയമാണെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ലോകത്തെ ഭരണഘടന ഏതാ? പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഭരണഘടന ഏതാ? പ്രായമില്ലാത്തവരോട് കരുണ കാണിക്കണമെന്ന് പറയുന്ന, സാമൂഹികമായി പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ സംഭാവനകൾ അർപ്പിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ കൃത്യങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന, അതിനെ നിയമപരമായി ലീഗലൈസ് ചെയ്യുന്ന, ലീഗലി അതിന് ഇന്റർപ്രിട്ടേഷൻ നൽകുന്ന ഭരണഘടനകളുണ്ട്. അതൊക്കെ സോഷ്യൽ നോംസ് ആണ്, സാമൂഹികമായ ചട്ടങ്ങളാണ്. ഇറ്റിക്വിറ്റീസ് എന്ന് പറയും, എത്തിക്സ് എന്ന് പറയും. അതൊന്നും ഭരണഘടന പറയില്ല. ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്നൊരാൾ വിചാരിച്ചാൽ ലോകത്തൊരു പിതാവിനെയും ബഹുമാനിക്കാതെ മക്കൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു മാതാവിനെയും ബഹുമാനിക്കാതെയും ജീവിക്കാൻ പറ്റും. ഗുരുനാഥരെ ആദരിക്കാതെ ജീവിക്കാൻ പറ്റും. ക്ലാസ്സിൽ ഗുരുനാഥൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന ഭരണഘടന ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്ന് പറയുന്ന, എന്നാൽ ഈ അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്നത് മുസ്ലിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തത്വമാണോ? അല്ല, ഒരിക്കലുമല്ല. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കാര്യമാണത്, അംഗീകരിക്കുന്ന കാര്യമാണത്. എന്റെ കൂടെ പഠിച്ച ഒരു ആൾ ഒരു ബി.എഡ് കോളേജിൽ എത്തി. മഫ്തിയിലാണ് അവിടെ പഠിച്ചത്. മീൻസ് ഉസ്താദന്മാരുടെ ഡ്രസ്സിലല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നല്ല പ്രതിഭയാണ്. പെടുന്നനെ അവിടെയുള്ള സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി. അത് വളരെ വാസ്തവമായൊരു സംഭവമാണ്. ഒരടയാളവും ഇല്ല, ഒരു മതപണ്ഡിതന്റെ ഒരു ചേഷ്ടയും ഇല്ല. അങ്ങേയറ്റം പറഞ്ഞാൽ ആ കാലത്ത് ഒരു ഫാഷൻ സെന്റർ ഉള്ള ആളായിരുന്നു. ക്ലീൻ ഷേവ് ഒക്കെ ആയിരുന്നു. പക്ഷേ അവസാനം യാത്ര ആപ്പിന്റെ സമയത്ത് ഓരോരുത്തരും ചെന്ന് അവരുടെ പ്രധാന അധ്യാപിക മിസ് അവരോട് യാത്ര പറയാൻ ചെന്ന് പിരിയുകയാണ്. സെന്റ് ഓഫ് ആണ്. അവസാനം ഈ ആൾ അവരുടെ മിസ്സിന്റെ അരികെ ചെന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോ, ഞാൻ ആ പേര് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, ആ മിസ് ഇയാളെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സമപ്രായക്കാരനും സംഗതിയുമാണ്, ഇവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഏതെങ്കിലും മോറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ധാർമ്മിക ധർമ്മസ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ഒന്ന് പാളി. കാരണം 2 കൊല്ലമായി അവന്റെ ബേസിക് സത്വം ഒളിപ്പിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത്. അതിനും അവന്റേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞോ? ഇത് ടീച്ചർക്ക് എങ്ങനെ, മിസ്സിന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് അവന്റെ ആശങ്ക. അപ്പൊ അവൻ ചോദിച്ചു, അതെന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, അവസാന നിമിഷമല്ലേ, സ്വന്തം അധ്യാപികയുമാണ്, സത്യം പറയാമെന്ന് വിചാരിച്ചു. പഠിച്ചിട്ടുണ്ട്, 8 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് MA ചെയ്തിട്ടാണ് ഇവിടെ B.Ed എടുക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മതപരമായി ഇന്ന ബിരുദം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്ഥാപനത്തിന്റെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. അയക്കാൻ പോവുക. അപ്പൊ ഇവൻ ചോദിച്ചു ടീച്ചറോട്, അത് മിസ്സിന് എങ്ങനെ മനസ്സിലായി? അപ്പോ അധ്യാപിക പറഞ്ഞ കാര്യം, നാം നെഞ്ചത്ത് കൈവച്ചോ അതിനേക്കാൾ മൂർദ്ധമായ
അതിനേക്കാളും സെൻസിറ്റീവായ ഭാഗം ഉണ്ടെങ്കിൽ അവിടെ തലവെച്ച് ഓർക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിസ് പറഞ്ഞു, ഞാൻ ഒരു വർഷത്തോളമായി നിന്നെ ശ്രദ്ധിക്കുന്നു. മറ്റു കുട്ടികളൊക്കെ, സാധാരണ കുട്ടികളൊക്കെ അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും മുമ്പിൽ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ ഒരു പരിഗണനയും തരാറില്ല. അവര് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ചാണ് പോവാറുള്ളത്. നീ ഇവിടുത്തെ ഈ ലാസ്റ്റ് ഇയർ ഇതിന്റെ ചെയർമാൻ കൂടിയാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്റെ മുമ്പിൽ നീ ആവാതിരിക്കാൻ നിന്റെ നടത്തത്തിന്റെ വേഗത നീ കുറക്കുന്നത്. ടീച്ചർ വായിച്ചു നോക്കണം. അപ്പൊ ഈ അധ്യാപികയുടെ മുമ്പിൽ ഇവന്റെ കാലെത്തിപ്പോകുമ്പോ, അത് എവിടെ നിന്ന് കിട്ടിയ ശീലമാണത്? അത് നമ്മുടെ ഈ അറബിക് കോളേജുകളുടെ, ശരീഅത്ത് കോളേജുകളുടെ ശീലമാണ്. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അതൊരു നല്ല ശീലമാണെന്നാണ് എന്റെ അഭിപ്രായം. നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ അത് മസ്അലയിൽ അത് ശരിയല്ലെങ്കിൽ കൂടിയും ചിലപ്പോ മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഅ്മാൽ എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടല്ലോ. മര്യാദ പാലിക്കലാണ് ചിലപ്പോ മസ്അലയിലെ നിയമം പാലിക്കുന്നതിനേക്കാൾ ഉത്തമെന്ന്. അപ്പൊ സലാം വീട്ടിയാൽ സ്വന്തം സഫിൽ അടുത്ത് ഉസ്താദുമാരുണ്ടെങ്കിൽ ഒരു കള്ളി താഴ്ന്നിരിക്കും. അത് അവിടെയുള്ള ഒരു പതിവാണത്. ഒരേ നിരയാണെങ്കിൽ ആ സമയത്ത് വലിയൊരു കമ്മിറ്റ്മെന്റോ ഇമോഷണൽ ബോണ്ടോ വൈകാരിക ഇഴയടുപ്പോ ഒന്നും ഉണ്ടാവുന്ന ഒരു കാലമല്ല ഒരു പക്ഷെ എന്നിട്ടും മിസ്സിന്റെ, അവരുടെ ടീച്ചറിന്റെ, അധ്യാപികയുടെ മുമ്പിലായി പോവാതിരിക്കാൻ നടത്തത്തിന്റെ വേഗത കുറച്ച് ബാലൻസ് ചെയ്യുന്നത് ഇടകണ്ണിട്ട് കൺകോണിട്ട് ടീച്ചർ മനസ്സിലാക്കുകയും 2 കൊല്ലം കഴിഞ്ഞിട്ട് യാത്ര പറയുമ്പോ അതെടുത്ത് പറയുകയും ചെയ്തുവെങ്കിൽ മര്യാദ പാലിക്കുക എന്നുള്ളത്, ശിഷ്യന്മാര് അച്ചടക്കമുള്ളവരാവുക എന്നുള്ളത് ആഗ്രഹിക്കാത്ത അധ്യാപകരോ ഇല്ല. പക്ഷേ ഏതെങ്കിലും സ്വതന്ത്ര ചിന്തയുടെ മാനിഫെസ്റ്റോയിൽ, ഏതെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യവാദത്തിന്റെ മാനിഫെസ്റ്റോയിൽ, ഏതെങ്കിലും സെക്യുലർ ഭരണഘടനയിൽ സ്വന്തം അധ്യാപകരുടെ മുമ്പിൽ നടക്കരുതെന്നോ അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കരുതെന്നോ പറയുന്നുണ്ടോ? ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം കൊണ്ടുപോകുന്നത്. ഇതൊരു വരണ്ട വാദമല്ല. തഅലീമുൽ മുതഅല്ലിം എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു തഅലീമുൽ മുതഅല്ലിമിനെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മാറ്റിയിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചാൽ ഈ വകവിധ റാഗിങ് പോലും ഉണ്ടാവില്ലെന്ന്. അധ്യാപകന്റെ മുമ്പിൽ മുസല്ലയിട്ട് നിസ്കരിക്കരുത്, അധ്യാപകനേക്കാൾ കൂടുതൽ വട്ടം നിസ്കരിക്കരുത്, ഇതൊക്കെയല്ലേ പറയുന്നത്. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഅ്മാൽ. എന്തുകൊണ്ട്? ഇത് അറിവിന്റെ, ആത്മാവിന്റെ വെളിച്ചത്തിന്റെ പിതാക്കന്മാരാണ്, മാതാക്കളാണ്. അതാണ് റെസ്പെക്ട്. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല. ഇത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുമെന്ന് പറയുന്നവർക്ക് എന്തുണ്ട് ഇതിൽ പറയാൻ? ഇനി ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകൾ, മതപക്ഷത്തെ പലരും കളിയാക്കുന്ന ധാരാളം വിഷയങ്ങൾ കാണുവാൻ കഴിയും. പക്ഷേ സ്വതന്ത്ര ചിന്ത വെച്ചുകൊണ്ട് ഒരു ഉത്തരം കിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പോ ആധുനിക ലോകം കൂടുതൽ ചർച്ച ചെയ്യുന്ന, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ വധശിക്ഷ നിർത്തലാക്കണോ വേണ്ടേ, ഡെത്ത് പെനാൾട്ടി, തൂക്കിക്കൊല്ലണോ, തലവെട്ടി കൊല്ലണോ എന്ന് പറയുന്ന, അത് നിർത്തലാക്കരുത് എന്ന് പറയുന്ന അല്പരാജ്യങ്ങളേ ഉള്ളൂ. അറബ് മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഇന്ത്യ അതിൽപ്പെട്ടതാണ്. അമേരിക്കയിലൊക്കെ വധശിക്ഷയുണ്ട്. പക്ഷെ ധാരാളം രാജ്യങ്ങൾ വധശിക്ഷ പാടില്ല എന്നുള്ളതാണ്. ഈ ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരോട് ചേരുന്നതല്ല വധശിക്ഷ. 2 ആർഗ്യുമെന്റുകളാണ്. മുസ്ലിം രാജ്യങ്ങളും അമുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദമല്ല, മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായമാണ്. ആ വിഷയത്തിൽ എപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തുക? ഏത് ന്യായമാണ് പരിഗണിക്കപ്പെടുക? വധശിക്ഷ പാടില്ല എന്നൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ആധുനിക മനുഷ്യനൊക്കെ എന്താണത് എന്ന് പോലും അറിയാതെ ഉച്ചരിക്കുന്ന ആളുകളൊക്കെ സാമൂഹികമായൊരു വിഷയം വരുമ്പോ വധശിക്ഷയൊക്കെ വേണമെന്ന് പറയുന്നവരാണ്. ഇവിടെ ഗോവിന്ദച്ചാമിയുടെ വിഷയം ഉണ്ടായപ്പോ സമാനമായി പല ബലാത്സംഗങ്ങളും നിർഭയ സംഭവമൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടായ സമയത്ത് ഈ പ്രതികളെയൊക്കെ വിചാരണ കൂടാതെ വെടിവെക്കണം എന്നുള്ള കമന്റുകളാണ് പല അൾട്രാ സെക്യുലർ ലിബറലിസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയുക. അവനവന്റെ വിഷയത്തിലേക്ക് വരുമ്പോ അതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള ചർച്ചയല്ല ഇവിടെ. നിരീശ്വരവാദത്തിലും സ്വതന്ത്ര ചിന്തയിലും അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. യൂത്തനേഷ്യ, ദയാവധം,
ദയാവധം, ക്ലിനിക്കലി ഡെഡ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡായ, മെഡിക്കൽ സയൻസ് മരിച്ചു എന്ന് വിധി എഴുതിയ ആളുകൾ, ഇനി അവർക്ക് കൃത്രിമമായി ഓക്സിജൻ നൽകിയിട്ട് വെന്റിലേഷൻ സഹായത്തോടെ സപ്പോർട്ടീവായി ശ്വാസം ചെയ്യുന്നുണ്ട്. അവരുടെ ആ വെന്റിലേഷൻ അൺപ്ലഗ് ചെയ്താൽ ഇവര് മരിച്ചു പോകും. അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഗവൺമെന്റ് തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ ഫാമിലി തീറ്റിപ്പോറ്റി അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞാൽ അവരെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ? സമയം മെനക്കടല്ലേ, സാമ്പത്തികമായി ബാധ്യതയല്ലേ, അതുകൊണ്ട് അവർക്ക് മേഴ്സി കില്ലിങ്, അവരെ മരിക്കാൻ വിട്ടുകൊടുക്കുക. അതിനാണ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ശ്വാസം കൊടുക്കണ്ട, ഓക്സിജൻ കൊടുക്കണ്ട, അവർ മരിക്കും. മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും. ഇത് നിയമപരമായി ഇങ്ങനെ വേണമെന്ന് പറയുന്ന രാജ്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സമൂഹങ്ങളും രാജ്യങ്ങളും അതുമുണ്ട്. ഇത് മുസ്ലിം നോൺ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വിഷയമല്ല. ഇത് മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. ആ കാര്യത്തിൽ 2025 ഫെബ്രുവരി 20 വരെ ഐക്യകണ്ഠേന ഒരു ഉത്തരമില്ല. UNOയിലൊന്നും വ്യക്തമായൊരു തീരുമാനമോ റെസല്യൂഷനോ ആ കാര്യത്തിൽ ഇല്ല. എപ്പോഴും ഉണ്ടാകും, ഉണ്ടാകില്ല. മനുഷ്യരുടെ അഭിപ്രായങ്ങളും യുക്തികളും വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവിടെ ആലോചിച്ച് നോക്കേണ്ട ഒരു വലിയൊരു പരമാർത്ഥം വേറൊരു വിഷയം വരുന്നുണ്ട്. ദയാവധം പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജീവൻ അള്ളാഹുവാണ് നൽകിയത്, അള്ളാഹുവിനെ എടുക്കാൻ പറ്റുകയുള്ളൂ. ആത്മഹത്യയും ഹറാമാണ്, ദയാവധവും ഹറാമാണ്. അപ്പൊ അന്ന് ഇതിനെ പരിഹസിച്ചിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മേഴ്സി കില്ലിംഗ് കൊടുക്കുന്നതിനെ നമ്മൾ എന്തിനു എതിർക്കണം? കാരണം അത് അവരോട് ചെയ്യുന്ന ഒരു കാരുണ്യാണല്ലോ എന്ന്. പക്ഷെ പുതിയൊരു പഠനപ്രകാരം ഈ തനാട്ടോളജിക്കൽ സ്റ്റഡി ഒക്കെ നടക്കുന്ന കാലമാണല്ലോ. മരണസംബന്ധമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്ന ഒരു ശാസ്ത്രമാണ്, ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് തനാട്ടോളജി. നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ നടക്കുന്നു. അത് മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് കൊണ്ട് ബ്രെയിൻ മരിച്ച, ക്ലിനിക്കലി ഡെഡായ, മസ്തിഷ്ക മരണം സംഭവിച്ച ധാരാളം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ കാണുവാൻ കഴിയും. ഇപ്പൊ മതം പറയുന്നതിലേക്കാണ് ലോകം എത്തി, അല്ലെങ്കിൽ ലോകത്തിന്റെ സഞ്ചാരത്തിന്റെ സാങ്കേതികതയുടെ ഒരു പരിണിതി വരുന്നത് എന്നുള്ളത് കാണാതെ പോവരുത്. നിരീശ്വരവാദം പറയുന്നിടത്തേക്കല്ല ലോകം പോകുന്നത്. 2000 കഴിഞ്ഞാൽ ലോകത്ത് മതം ഉണ്ടാവില്ല. 21st സെഞ്ചുറിയോടുകൂടെ ലോകത്ത് മതവും ദൈവങ്ങളും മതവിശ്വാസവും ഇല്ലാതാകുമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗീർവാണം മുഴക്കിയ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ച, കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രവചിച്ച ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ 21st സെഞ്ചുറിയിൽ ഭൂമുഖത്തില്ല. മതം ബാക്കിയുണ്ട്. അടുത്ത നൂറ്റാണ്ടായാൽ മതം ഉണ്ടാവില്ല എന്നായിരുന്നു അവരുടെ പ്രവചനം. പക്ഷെ അങ്ങനെ പ്രവചിച്ചവരിപ്പോ കുടീരത്തിലാണ്, പ്രവചിച്ചവരുടെ പ്രത്യയശാസ്ത്ര മോർച്ചറിയിലുമാണ്. പ്രവചിച്ചവരുടെ പ്രവചനം ഇപ്പോൾ ലോകത്ത് മതവിശ്വാസികളുടെ അടുത്ത് ഉദ്ധരിക്കുക എന്നല്ലാതെ അത് പറയാൻ അവരുടെ അണികൾ പോലും ബാക്കിയില്ല. മതം ബാക്കിയുണ്ട്. അതിന് സസ്റ്റൈനബിലിറ്റി മതത്തിനുണ്ട്. ഇസ്ലാം പറയുന്നു അവിടത്തേക്ക് ലോകം എത്തുന്നു അല്ലേ? ഇതാ പുതിയ ലോകത്തെ ചർച്ചകൾ ഏലിയൻസുകളെ കുറിച്ചാണ് വലിയ ചർച്ചകൾ നടക്കുന്നത്. അന്യഗ്രഹ ഇതര ഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഈ ഇലോൺ മസ്ക്, ലോകത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ സമ്പന്നനായ ഇലോൺ മസ്കിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്ന ഒരു കക്ഷിയുണ്ട് അമേരിക്കയിലെ വോൾട്ടയാനേസിയാസ്. അദ്ദേഹം പറയുന്നത് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ എന്നൊക്കെയാണ്. ലോകത്തെ ടെസ്ലയുടെ മുതലാളിയായ ഈ അമേരിക്കക്കാരൻ, ലോകത്തെ ഒന്നാമത്തെ കോടീശ്വരൻ, അദ്ദേഹം ഒരു അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാണ്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വാസം. അമേരിക്കയിലെ നവദ ട്രയാങ്കിൾ വഴി പ്രോഹിബിറ്റഡ് 51 ഏരിയയിൽ
അത് കമ്പിവേലി കെട്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് കോൺസ്പിറൻസി തിയറികൾ, ഒരുപാട് അഭിപ്രായങ്ങൾ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത് ലോകം പഴയകാലത്തെ ചർച്ചയല്ല, ഈ കാലത്തെ ചർച്ചയാണ്. ഞാനിതൊന്നും വെറുതെ പറയുകയല്ല, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. അമേരിക്കയിൽ the most spreading religion in US is not Islam or Christianity, but it is UFO religion. അമേരിക്കയിലെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല. അമേരിക്കയിൽ നിലവിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം UFO റിലീജിയൻ ആണ്. എന്താണ് UFO റിലീജിയൻ? വാട്ട് ഈസ് UFO? അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, പറക്കും തളികകൾ, അതാണ് UFO. എന്താണ് ഈ പറക്കും തളികയിലുള്ളത്? പറക്കും തളികയിലുള്ളത് ഇതരഗ്രഹ ജീവികൾ. ഇതരഗ്രഹ ജീവികളെ ആരാധിക്കുന്ന മതമാണ് ലോകത്തെ ഏറ്റവും ശാസ്ത്രീയ പുരോഗതി, ഏറ്റവും അതിന്റെ മാക്സിമം എത്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ സ്പ്രെഡിംഗ് റിലീജിയൻ. അന്ധവിശ്വാസം എന്ന് ലോകം പറയുന്നിടത്തേക്കാണ് ലോകം പോകുന്നത്. ഈ നാട്ടിൽ കഥയെന്തറിഞ്ഞു, വിദ്യ എന്തെന്നറിയാതെ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതൂ ചിലർ. കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ഇവിടെ മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒഴുക്ക് ഗതി എങ്ങോട്ടേക്കാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇസ്ലാമിന്റെ വെളിയിലേക്ക്, വ്യവസ്ഥാപിതമായ മതത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ആളുകൾ, ആ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു ദയനീയാവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. പറക്കും തളികയെ ആരാധിക്കുന്നു, പിശാചുക്കളെ ആരാധിക്കുന്നു, ലൂസിഫറിനെ ആരാധിക്കുന്നു, ആന്റിക്രിസ്റ്റിനെ ആരാധിക്കുന്നു. ആന്റിക്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആരാ? ദജ്ജാൽ. നമ്മുടെ വിശ്വാസത്തിലുള്ള ദജ്ജാലിനെയാണ് ആന്റിക്രിസ്റ്റി അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത്. ലോകത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു മതം പോലും ലൂസിഫർ ആരാധനയാണ്, ആന്റിക്രിസ്റ്റ് ആരാധനയാണ്. ആന്റിക്രിസ്റ്റ് ഇപ്പോ ലോകത്ത് ഏറ്റവും സ്പ്രെഡിംഗ് ആയിട്ടുള്ള, എല്ലാ ആളുകൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ബ്രാൻഡല്ലേ ആപ്പിൾ ബ്രാൻഡ്. ഏതാ ഫോൺ? സാംസങ്. ആപ്പിൾ വാങ്ങരുതോ ചങ്ങാതി? ആപ്പിളിന്റെ ഐപാഡ്, ആപ്പിളിന്റെ ടാബ്, ആപ്പിളിന്റെ ലാബ്, ആപ്പിളിന്റെ മൊബൈൽ. ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ഒരു ആന്റിക്രിസ്റ്റ് സിംബൽ ആണെന്നാണ്. ആപ്പിൾ, ആദംസ് ആപ്പിൾ, ആപ്പിളിന്റെ ചിഹ്നത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കടിച്ച് മുറിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട്. അത് പിശാചിന്റെ വിജയമാണത്. എന്നാണ് അതിന്റെ ആന്റിക്രിസ്റ്റ് സിംബൽ. ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ്. ആന്റിക്രിസ്റ്റ് ദൈവവിരുദ്ധമായ ദജ്ജാലിന്റെ ലൂസിഫർ ശക്തി. അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെയും പത്നിയായ ഹവ്വ ബീവിയെയും ദുസ്വാധീനിച്ചുകൊണ്ട് പിശാച് വിലക്കപ്പെട്ട ആപ്പിൾ ഭക്ഷിപ്പിച്ചു. അപ്പൊ ആപ്പിളിന്റെ ഒരു കഷ്ണം ഇവരുടെ വായയിൽ, തൊള്ളയിലായി. അപ്പൊ പിടിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവരെ കൊണ്ടത് പുറത്തേക്ക് തുപ്പിപ്പിച്ചു. അപ്പൊ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ എല്ലിലൊരു ഒരു ഒരു തടിപ്പുള്ളത്. അതിനാണ് ഇംഗ്ലീഷിൽ ആദംസ് ആപ്പിൾ എന്നാണ് പറയാ, ഈ ഹമ്പിന്. അപ്പോ ആ ആപ്പിളിൽ ഒരു കഷ്ണം കടിച്ചു പോയിട്ടുണ്ട്. ആ കഷ്ണമാണ് ഈ ആപ്പിൾ ഫോണിലും ആപ്പിൾ ടാബിലും ഒക്കെ ആപ്പിളിന്റെ സിംബലായി വരുന്ന ആപ്പിളിൽ ഒരു കഷ്ണം കാണാനില്ല. അപ്പൊ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ദജ്ജാലിന്റെ വിജയമാണെന്നാണ് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളും പഠനങ്ങളും പറയുന്നത്. ആന്റിക്രിസ്റ്റിന്റെ വിജയം. അപ്പൊ ഇങ്ങനെ ദജ്ജാൽ ആരാധനയാണ് ലോകത്തെ വൻ ബ്രാൻഡഡ് കമ്പനികൾ പോലും. മസോണിസം എന്നും ഫ്രീ മസോണിസം ഒക്കെ പറയുന്ന അത്തരം ഇലുമിനേറ്റി തത്വങ്ങൾ, അതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇതൊക്കെ നിഗൂഢ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട്. തള്ളാനൊക്കെ ആർക്കും സാധിക്കും, പഠിക്കാനാണ് പണി, അല്ലേ? തള്ളാൻ ഒരു പണിയുമില്ല. ജസ്റ്റ് എ ക്ലിക്ക്, ദാറ്റ് ഈസ് ഫേക്ക്. പണി കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടെന്നില്ല. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? രണ്ട് സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ വിഷയം അങ്ങോട്ടേക്ക് കൊണ്ടുപോയതല്ല വാസ്തവത്തിൽ. ഇനി മറ്റൊരു ഞാൻ വിഷയം പോയത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ചർച്ച ചെയ്തപ്പോഴാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം. ഇതിന്റെ ഉസ്താദുമാരെന്താണ് സമയം അനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കും. മൂന്നാമത്തെ അപരന്യായം എന്താണ്? മൂന്നാമത്തെ അപരന്യായം, സമ്മതമുള്ളതൊക്കെ ശരിയാണ്, സമ്മതം ഇല്ലെങ്കിലാണ് തെറ്റ്.
കൺസെന്റ് തിയറി എന്ന് പറയും. ഇപ്പൊ രണ്ടുപേര് ഒരു ഏതെങ്കിലും ഒരു കാമകേളി അവര് ലൈംഗികമായി ഏർപ്പെടുന്നു. ശരിയോ തെറ്റോ? ഇത്ര പരിഗണനയുള്ളൂ. മ്യൂച്വൽ കൺസെന്റ് ഉണ്ടോ, ഉഭയകക്ഷി സമ്മതം ഉണ്ടോ? ശരി. സമ്മതമില്ല, തെറ്റ്. രക്ഷിതാവ് വിവാഹം ചെയ്യിപ്പിച്ചു. ശരിയോ തെറ്റോ? സമ്മതം ഉണ്ടെങ്കിൽ ശരി, സമ്മതം ഇല്ലെങ്കിൽ തെറ്റ്. അതിമനോഹരമായ ഒരു ആർഗ്യുമെന്റാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. സമ്മതം എന്ന് പറയുന്നതിന് കൺസെന്റ് ഏത് കാലത്തും ഏത് പ്രായത്തിലുമുള്ള കൺസെന്റിനാണ് പരിഗണന കൊടുക്കുക. ഇപ്പോ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നൊരു പ്രായപരിധി നിയമപരമായി എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് 18 ആണ്. 18 വയസ്സിന് മുകളിലുള്ളവർ ഉഭയകക്ഷി സമ്മതത്തോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റല്ല. അതല്ല ഇന്ത്യയുടെ നിയമം. അപ്പൊ ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ് 18. ഇന്ത്യയിൽ മാത്രമല്ല, കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ഏകദേശം 18 ആണ്. ബ്രിട്ടീഷുകാര് ഭരിച്ചൊഴിവാക്കി പോയ രാജ്യങ്ങൾ അവിടെയൊക്കെ 18 ആണ്. പക്ഷേ 18 തന്നെയല്ലല്ലോ എല്ലാ രാജ്യത്തും. ഇപ്പൊ ചൈനയിലൊക്കെ 12 ആണ്. ഫിലിപ്പൈൻസിൽ 13 ആണ്. ആ ഏരിയ ഫിലിപ്പൈൻസ്, തായ്വാൻ, തായ്ലാന്റ്, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ദക്ഷിണേഷ്യ രാജ്യങ്ങളിലൊക്കെ 12, 13 ആണ് ഏജ് ഓഫ് കൺസെന്റ്. GCC അറബ് രാജ്യങ്ങളിലേക്ക് പോയാൽ 20 ആണ് ഏജ് ഓഫ് കൺസെന്റ്. അതിൽ തന്നെ ബഹ്റൈനിൽ ലാസ്റ്റ് നോക്കിയപ്പോ 21 ആണ്. യൂറോപ്പിൽ 16 ആണ്. അമേരിക്കയിൽ 17 ആണ്. അപ്പൊ ഇപ്പോ ഒരു ആഗോളാടിസ്ഥാനത്തിലൊരു ഇസ്ലാം ആഗോള മതമാണ്. ആഗോളാടിസ്ഥാനത്തിലൊരു നിയമമായിരിക്കും. അതേസമയം നോക്കൂ, ഈ പറയുന്ന സ്വതന്ത്ര നാസ്തിക ചിന്തയനുസരിച്ചുകൊണ്ട് ഏത് പ്രായത്തിലുള്ള സമ്മതമാണ് പരിഗണിക്കുക, മാനദണ്ഡമാക്കുക എന്ന് ചോദിച്ചാൽ ഏത് പ്രായമാണ് പരിഗണിക്കുക? ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് മനസ്സിലാക്കിയാൽ 16 ആണ്. ഇനി അമേരിക്കയേക്കാൾ വലിയ ശക്തിയായ ചൈന വരുന്നു എന്ന് പറഞ്ഞാൽ 13ലേക്ക് താഴേണ്ടി വരും. ഇനി അതല്ല, ഇവരെക്കാളൊക്കെ നല്ലത് യൂറോപ്പാണെന്ന് വിചാരിച്ചാൽ അത് വേറൊരു പ്രായം എടുക്കേണ്ടി വരും. ഇനി അറബ് നാടുകളാണെന്ന് പറഞ്ഞാൽ 20ലേക്ക് പോകേണ്ടി വരും. കോമൺവെൽത്തിലേക്ക് 18ലേക്ക് വരേണ്ടി വരും. ഇനി അവിടെയും വേറെ വിഷയം, 18 വയസ്സ് വരെ സ്വതന്ത്ര ചിന്തകർക്കപ്പോ ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലേ? അതും ചോദ്യമാണല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാൻ പറ്റുന്ന പ്രായം ഇന്ത്യയിൽ തന്നെ 18 ആണെന്ന് വന്നാൽ ഈ 18 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ലേ? എന്തുകൊണ്ട്? ഏത് പരിഗണന അനുസരിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരും മറ്റും 18 എന്ന് പറയുന്ന ഏജ് ഓഫ് കൺസെന്റിനെ ആത്യന്തികമായി ഒരു മാനകപ്രായമായി സ്വീകരിക്കുന്നത്? മനസ്സിലായില്ല. ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇച്ഛകളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരം സ്വീകരിക്കുന്നില്ല. ഇപ്പോ കോവിഡ് കൊണ്ടുപോകുവാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിപ്പിക്കുമ്പോൾ കുട്ടികൾ കരയും, അവർക്ക് വേണ്ട. പക്ഷെ നമ്മൾ പിന്നെ അതിനെ അവർക്ക് തന്നെ കൊടുക്കുന്നതിന്റെ ന്യായം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ന്യായമാണ്. കാരണം കുട്ടികൾക്കറിയാത്തത് രക്ഷിതാക്കൾക്കറിയാം. ഇപ്പൊ നിങ്ങൾക്കിത് പ്രയാസമാണെങ്കിലും നിങ്ങൾക്കിത് ഭാവിയിൽ ഉപകാരപ്രദമാവും. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ രോഗം വരും. ഇത് കുട്ടിക്ക് ബോധ്യമുള്ള കാര്യമല്ല, കുട്ടിക്ക് സെൻസ് ഇല്ല ആ വിഷയത്തിൽ. അതേസമയം ഇത് എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും രക്ഷിതാക്കൾക്ക് അറിയാം. അപ്പൊ രക്ഷിതാക്കൾ പാരന്റിങ് എന്ന് പറയുന്ന സാമൂഹികമായ ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് തുള്ളിമരുന്ന് കൊടുക്കുകയാണ്, ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. ലോകത്തെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വതന്ത്ര ഇന്ത്യയിൽ ശരിയാകൂ? ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം അത് ഈ കുട്ടികളുടെ താല്പര്യത്തിനെതിരാണ്. 3-ാം വയസ്സിൽ പ്രീ സ്കൂൾ, 4-ാം വയസ്സിൽ LKG, 5-ൽ UKG, 6-ൽ ഫസ്റ്റ് ക്ലാസ്, 1-ാം ക്ലാസ്, പിന്നീട് 10-ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ +2, പിന്നീട് ഡിഗ്രി, പിന്നീട് PG, പിന്നീട് തുടർ പഠനം. ഇതൊരു കരിയറിസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു ജീവിത രീതിയായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. എന്ത് പിൻബലമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് അതിനുള്ളത്? അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ ഈ പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വരും. അപ്പോൾ പിന്നെ ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ പരിഗണന തന്നെ ശരിയല്ല എന്ന് വരും. മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി ന്യൂറോ സയൻസിന്റെ ആർഗ്യുമെന്റ് പ്രകാരം 26-നും 40 വയസ്സിനും ഇടയിലാണ്.
മനുഷ്യന് 2 തരം പ്രായപൂർത്തിയാണ് ഉണ്ടാവുക. ഒന്ന് മെറ്റബോളിക് പ്യൂബർട്ടി, ബുലൂഗ് എന്ന് നമ്മൾ പറയുന്ന, പെൺകുട്ടികൾക്ക് ആർത്തവം, ആൺകുട്ടികൾക്ക് ഇന്ദ്രിയ സ്കൽ എന്ന് പറയുന്നത് മെറ്റബോളിക് പ്യൂബർട്ടിയാണ്, ശരീരത്തിന്റെ പ്രായപൂർത്തി. അതേപോലെ മറ്റൊരു പ്രായപൂർത്തി കൂടിയുണ്ട്, ഇന്റലക്ച്വൽ പ്യൂബർട്ടി, ബുദ്ധിപരമായ പ്രായപൂർത്തി. മനുഷ്യന്റെ ചിന്തയെ, വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോൺസ്, അതിന്റെ കോട്ടക്സ് മുൻഭാഗം, അതിന്റെ പൂർണ്ണത എത്തുന്നത് 26 to 40. സാറ ആർഡൻ, ലേറ്റസ്റ്റ് ആയ അമേരിക്കക്കാരി ന്യൂറോ സയന്റിസ്റ്റ്, ഇവിടെ പഠനം 40 വയസ്സിലാണ് ബുദ്ധിപരമായ പ്രായപൂർത്തി. അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് റസൂലുള്ളാഹിയാകുന്നത് 40-ലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്റലക്ച്വൽ പ്യൂബർട്ടി അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്ന കാലമെന്ന് ഒരുപക്ഷെ സയൻസ് കൊണ്ട് പറയാൻ കഴിയും. അപ്പൊ അതാണ് അതിന്റെ ഒരവസ്ഥ. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുകയല്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് ഇവരുടെ വാദകൾ എന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ്. അത് വിഡ്ഢിത്തമാണെന്നല്ല, അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. നമ്മുടെ വിശ്വാസം സൂഫി മൻഹജിൽ നിന്നുകൊണ്ടാണ് നാം ഇസ്ലാമിനെ അവതരിപ്പിക്കേണ്ടത്, ഇസ്ലാമിനെ പറയേണ്ടത്. ഇവിടെയുള്ള നവീനാശയക്കാർ ഉണ്ടാക്കി തന്ന മൻഹജിലല്ല നാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്. നമ്മുടെ വഴി സൂഫി വഴിയാണ്. ഞാനത് വെറുതെ പറയുകയില്ല. എക്സാമ്പിൾ, ഇപ്പൊ നിരീശ്വരവാദികളുമായി സംസാരിക്കുമ്പോൾ ജനറൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും സൂഫി കാഴ്ചപ്പാടും തമ്മിൽ, സൂഫി കാഴ്ചപ്പാടിന്റെ ഒരു പ്രസക്തി, ഇപ്പോ നമുക്ക് ഇതെടുക്കാം. സ്വർഗം, ഇസ്ലാമിലെ സ്വർഗം ഇവിടെയുള്ള എക്സ് മുസ്ലിംസും നിരീശ്വരവാദികളും എപ്പോഴും പരിഹസിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ്? പാലിന്റെ പുഴ, തേനിന്റെ പുഴ, എല്ലാ ഭാഗത്തും സ്ത്രീകൾ, ഒരു സഭയിൽ പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങളുടെ സ്വർഗം. പക്ഷേ സ്വർഗം എന്ന് പറഞ്ഞാൽ സൂഫികൾക്ക് എന്താണ്? ജെറുസലേമിന്റെ തെരുവിലൂടെ ഒരു കയ്യിൽ റാന്തലും മറുകയിൽ ഒരു കൊട്ട വെള്ളവുമായി നടക്കുകയാണ് റാബിയ അദവിയ റളിയല്ലാഹു അൻഹ. ചോദിച്ചു, എന്തേ പെണ്ണെ നിങ്ങൾക്ക് പറ്റി? എന്തിനാണ് ഈ കയ്യിൽ റാന്തലും പച്ചവെള്ളവും? അപ്പൊ എന്തേ പറഞ്ഞത്? മറുപടി, ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ്, ആളുകൾക്ക് പേടി നരകവുമാണ്, ആളുകൾക്കാർക്കും അള്ളാഹുവിനെ വേണ്ട, അള്ളാഹുവിനെ വേണ്ടാതായിരിക്കുന്നു, വേണ്ടത് സ്വർഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ തീപ്പന്തം കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ്. സൂഫി വാക്കുകളാണ്. ആളുകൾക്ക് ഭയം നരകമാണ്, അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ആരാധനകൾ ചെയ്യുന്നതും. ഞാൻ ഈ വെള്ളമൊഴിച്ച് നരകം കത്തിക്കാനും പോവുകയാണ്, നരകം കെടുത്താനും പോവുകയാണ്. അതെന്ത് വർത്തമാനമാണ് എന്നൊരു പക്ഷേ പൊതുബോധ മുസ്ലിമിന് തോന്നിയേക്കാം. പക്ഷെ അതാണ് വർത്തമാനം. ഈ റാബിയോട് ചോദിച്ചു, ജെറുസലേമിലെ രാജാവ് 3 തവണ വിവാഹാഭ്യർത്ഥന, ഞാൻ വിവാഹം ചെയ്തോട്ടെ? അദവി ഗോത്രത്തിലെ 4ാമത്തെ പുത്രി, അതാണ് റാബിഅത്തു അദവിയത്തുൻ. രാജാവ് പറഞ്ഞു, നിന്റെ കൂടെ ശയിക്കാനോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാനോ ഒന്നുമല്ല. നാളെ മഹ്ശറിലെത്തിയാൽ എനിക്കും പറയാലോ റാബിയയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിലാസം കിട്ടുമല്ലോ, അതിനാണ്. ആ മറുപടി മഹദിക്ക് വളരെ ഇഷ്ടമായി. മഹദി ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, അപ്പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരു പ്രശ്നം. ഞാൻ ആലോചിച്ചപ്പോ അവരുടെ ചോദ്യമാണ് ചോദിച്ചത്, ഹൽ അല സൗജത്തി അൻ തുഹിബ്ബ സൗജഹാ ഫമാ ഫീ ഖൽബി ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലായ. ഹൽ അല സൗജത്തി അൻ തുഹിബ്ബ സൗജഹാ, ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കടമയില്ലേ? കല്യാണം കഴിഞ്ഞാൽ മനസ്സ് തരണല്ലോ. ശരീരം നിങ്ങൾക്ക് വേണ്ട, ഓക്കെ, എന്റെ സേവനവും വേണ്ട, ഓക്കെ, പക്ഷെ മനസ്സ് തരണല്ലോ. ഫമാ ഫീ ഖൽബി ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലാ, അല്ലാ യുഹിബ്ബ മൗലായ ഔ മൗലാഹു, ഓർമ്മയില്ല, രണ്ടും ഫിറ്റാണ്. ഏതായാലും അറബിയിൽ എന്റെ കൽബിൽ ഒരു ഒഴിവും ഇല്ല അതിന്റെ നാഥനെ സ്നേഹിക്കാതെ. നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ, ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവിടേക്ക്
കൊണ്ടുപോയി വെക്കാൻ പറ്റൂ? സോറി. എന്നിട്ട് പാടിയതാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചെല്ലിയ കുറെ ആളോ ഇവിടെ ഉറക്കത്തിലാണ്, ഒച്ചത്തില്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഒച്ച പോരാ, എനിക്ക് പാട്ടറിയില്ല, നിങ്ങൾക്ക് അറിയാലോ. ഏതോ ഒരു കുട്ടി നല്ലോണം പാടണം. ഇല്ലല്ലാ, എനിക്ക് അല്ലാഹു മതി. അല്ലാഹു ആണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് നമ്മൾ പറയേണ്ടതല്ലേ? അതല്ലേ ശരിക്കും സ്വർഗം? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. ജസാഉഹും ഇൻദ റബ്ബിഹിം. ഇന്ദിയത്താണ് പ്രധാനം, മഅയ്യത്തുള്ളയാണ് പ്രധാനം. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആസിയ ബി അല്ലാഹുവിനോട് ദുആ ചെയ്തതിനെ മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആസിയ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നിന്റെ അരികെ എനിക്ക് തോട്ടത്തിൽ ഒരു വീട്. സ്വർഗം വാസ്തവത്തിൽ ഏതാ? അല്ലാഹു. ഒരാൾ സ്റ്റേറ്റ് നേതാവായി എന്ന് കൂട്ടിക്കോ, സംസ്ഥാന നേതാവായി, സംസ്ഥാന പ്രസിഡന്റായി, അഖിലേന്ത്യാ നേതാവായി. അപ്പൊ അയാൾ എന്ത് ചെയ്യും? പഴയ വീടൊക്കെ ഒന്ന് മോടി കൂട്ടും, സോഫയൊക്കെ ഒന്ന് മാറ്റും. ഒരു വാഹനത്തിന് മാത്രം കറങ്ങാവുന്ന മുറ്റം ഒരു 4-5 വാഹനങ്ങൾക്ക് കറങ്ങാവുന്ന നിലയിൽ വലുതാക്കും. ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിക്കും വീട്ടിന്റെ മുറ്റത്ത്. അക്വേറിയമൊക്കെ വെക്കും. നല്ല വെള്ളവും നല്ല ഫ്രൂട്ട്സ് ഒക്കെ 24 മണിക്കൂറും അവൈലബിൾ ആക്കും. കാരണം ഗസ്റ്റുകൾ വരും. അള്ളാനെ കാണാൻ ഗസ്റ്റുകൾ വരും സ്വർഗത്തിൽ. ലിഖാഉള്ളയാണ് പ്രധാനം. അവർക്ക് മേയാൻ ജന്നാത്ത് ഉണ്ടാകണം, കാറ്റ് കൊള്ളാൻ മരങ്ങൾ ഉണ്ടാകണം, കഥ പറഞ്ഞിരിക്കാൻ അരുവികൾ ഉണ്ടാവണം, കുടിക്കാൻ ഫ്രൂട്ട്സ് പഴച്ചാറുകൾ കിട്ടണം. അത് രണ്ടാമത്തതാണ്. പാൽപ്പുഴയും തേൻപുഴയും, ഒരു പുഴയൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇനി പാൽപ്പുഴയും തേൻപുഴയും സൽസബീലും തസ്നീമും, ഇതൊക്കെ രണ്ടാമത്തതാണ്. ഒന്നാമത്തത് സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സൂഫികൾ പറയുന്ന സ്വർഗത്തെ അവതരിപ്പിച്ചാൽ ഏത് ബുദ്ധിക്കും കൺവിൻസ്ഡ് ആവും. ലിഖാഉള്ളയാണ് സ്വർഗം. ഉസല്ലി ഫർളൽ ളുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദഅൻ ലില്ലാഹി തആല. എന്താണ് ലില്ലാഹി തആല? അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്തിനാണ് 20 കൊല്ലമായി പ്രവാസത്തിന് കഷ്ടപ്പെടുന്നു? മകളെ കെട്ടിക്കാൻ വേണ്ടി. എന്തിനാണ് പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നത്? വീട് വെക്കാൻ വേണ്ടി. അവിടെ അത് ഗോയിയാണ്, ലാമലിൽ ഗോയ, ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഒരു കാര്യം നേടിയെടുക്കാനാണ്. അതേസമയം ലില്ലാഹി തആല എന്ന് പറഞ്ഞാലോ, അതിന്റെ ഒരു നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? വിശപ്പ് മാറാൻ. വെള്ളം കുടിക്കുന്നത് എന്തിനാ? ദാഹം മാറാൻ. നിസ്കരിക്കുന്നത് എന്തിനാ? അള്ളാനെ കിട്ടാൻ. അള്ളാനെ കിട്ടാൻ. മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെയല്ല. വീട് മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയല്ല, അള്ളാനെ കിട്ടാനാണ്. ഇദഹ്തുജിബു അൻ റുയത്തില്ലാഹി. അതാഹുല്ലാഹു സിക്കന്ദരി റഹിമഹുല്ലയുടെ ഹിക്കമിന് ശറഹ് ചെയ്തുകൊണ്ട് ഈഖാഉൽ ഹിമമിൽ ഇബ്നുൽ ഹാജിബ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. സ്വർഗത്തിലെത്തിയതിനു ശേഷം അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ ഇദഹ്തുജിബു അൻ റുയത്തില്ലാഹ്, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ ആ കാഴ്ച ആർക്കെങ്കിലും മുറിഞ്ഞു പോയാൽ ഫയസ്തഗീഥൂന മിൻഹാ കമാ യസ്തഗീഥു അഹ്ലുൻ നാരി മിനന്നാർ, നരകാവകാശികൾ ആ തീയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് നരകത്തിൽ കടന്നവർ കേണ് പറയുന്ന പോലെ സ്വർഗത്തിൽ കടന്നവർ പറയും, ഈ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ, ഞങ്ങൾക്ക് നരകത്തിലായാലും അള്ളാഹുവിനെ കണ്ടാൽ മതി. അതാണ് സ്വർഗം. അതാണ് സ്വർഗം. ഇന്ന മിനൽ ഇബാദ് മൻ യഅബുദല്ലാഹ ലിഗറദിൻ ആഖർ فكأنه لو حصل ذلك الغرض بطريق آخر لترك الواسطة. ഇമാം ഖുർത്തുബി
അല്ലാഹുവല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി ആരാധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ ആളുകൾക്ക് സ്വർഗമാണ് ഉദ്ദേശം. സ്വർഗം കിട്ടിയാൽ അള്ളാഹുവിനുള്ള ആരാധന ഒഴിവാക്കും. വിഡിത്തമാണ്. ഞാൻ അങ്ങോട്ടൊക്കെ എന്റെ വിഷയം പോവുകയല്ല. അപ്പൊ ബേസിക്കലി എല്ലാ രീതികളിൽ ആലോചിച്ച് നോക്കിയാലും ഈ ഇസ്ലാമിനെ നമ്മൾ ഈ പറയുന്നത് പോലെ നവീകരിച്ച് മറ്റെന്തോ ആക്കി തീർത്ത് പറയുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ തീർച്ചയായും ഉണ്ട്. ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റിദ്വാനും മിനല്ലാഹ്, സാറ്റിസ്ഫാക്ഷനാണ്. ഭൗതികവാദികളുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം സാറ്റിസ്ഫാക്ഷനാണ്, സംതൃപ്തി കിട്ടുക. മുസ്ലിങ്ങൾ പറയുന്ന സംതൃപ്തി അള്ളാഹനെ അനുഭവിക്കുക എന്ന് പറയുന്ന സംതൃപ്തിയാണ്. ആ സംതൃപ്തിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ബോണസുകളാണ്, ആനുകൂല്യങ്ങളാണ് ബാക്കി പറഞ്ഞ കഥകളൊക്കെ. എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോ ആ വഴി നമ്മൾ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആളുകൾ അങ്ങോട്ടേക്ക് ഇസ്ലാം നാമധാരികൾ പോകുമ്പോ അവരെന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായി മീൻസ് അവർക്ക് കൺവിൻസിംഗ് ആയ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ആധ്യാത്മികമായ തസവുഫിന്റെ അംശം കലർത്തിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ അത് കൺവിൻസിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ തന്നെയല്ലേ സ്വർഗം? അങ്ങനെ തന്നെയല്ലേ സ്വർഗം? ഇന്ത്യത്ത് മഴയത്തില്ലാത്ത സ്വർഗം സ്വർഗമാണ്. ഇനി അതിനൊരു മാള് പോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ ഞാൻ എന്നെയും നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും അങ്ങനെ പറയുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മൾ ദുബൈ മാളൊക്കെയാണെന്ന് തോന്നും സ്വർഗത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ. സ്വർഗം ഒരു സിവിലൈസേഷനാണ്, കൾച്ചറാണ്. കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, ഒരു ജീവിതമല്ലേ. ഇപ്പൊ ലോകത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും മുസ്ലിം സ്വാതന്ത്ര്യ ചിന്തകരും ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വചനം കൂടിയാണത്. ഏത്? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ. കാരണം ആധുനിക മനുഷ്യന്റെയും വിനോദസങ്കല്പം ഈ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. എത്ര വലിയ അപ്പാർട്ട്മെന്റുകൾ കെട്ടിയാലും അവിടെ ഒരു തോട്ടം ഉണ്ടാക്കാൻ ആളുകൾക്ക് കൗതുകമാണ്. കാരണം ഈ സർവൈവലിംഗ് സൈക്കോളജി എന്ന് പറയും, അതിജീവന മനഃശാസ്ത്രമാണ് പച്ചപ്പ്, ചെടികൾ. മരുഭൂമിയെ മരുഭൂമിയിലുള്ളവർ പോലും ചിത്രപ്പെടുത്തില്ല, അവരും ചിത്രപ്പെടുത്തുക പൂക്കളാണ്. കാരണം അവർക്കറിയാം ചെടികളും പൂക്കളുമാണ് അതിജീവനത്തിന്റെ സിമ്പൽ എന്ന്. ഖുർആൻ പറയുകയാണ് ജന്നാത്തു അദ്നിൻ, അദ്നെന്ന് പറയുന്ന തോട്ടം. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഖുർആൻ പല ഘട്ടങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമാണ് സ്വർഗത്തിൽ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമ ഭംഗി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ലോകത്ത് അറിയപ്പെട്ട എല്ലാ നാഗരികതകളും നദീതീരത്താണ്. മോഹൻജദാരോ ഹാരപ്പോ ആയാലും മെസപ്പൊട്ടോമിയൻ ആയാലും നൈൽ ഈജിപ്ഷ്യൻ ആയാലും മെഡിറ്ററേനിയൻ ആയാലും നദീതട സംസ്കാരങ്ങളായ ലോകത്തുണ്ടായിട്ടുള്ളൂ. കാരണം കൾട്ടിവേഷൻ നടക്കണം, കൃഷി നടക്കണം. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഒരു സാമൂഹിക സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം, ഒരു സിവിലൈസേഷൻ രൂപപ്പെടണമെങ്കിൽ അത് നദീതീരത്താകണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. നദീതട സംസ്കാരമാണ് സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ. നദികളില്ലെങ്കിൽ അവിടെ നടക്കില്ല. കൾട്ടിവേഷൻ ഉണ്ടാകണം, കൃഷി ഉണ്ടാകണം. സ്വർഗത്തിലെത്തിയാൽ എന്താ ഫുഡ്? ഞാൻ സ്വർഗം വിശദീകരിക്കുകയല്ല. നമ്മൾ വിമർശനം നേരിടുന്ന സ്വർഗത്തെ കുറിച്ച് പോലും ആ സ്വർഗം തന്നെയാണ്, വിമർശിക്കപ്പെടുന്ന സ്വർഗം തന്നെയാണ് ഇസ്ലാമിന്റെ നിത്യകാല പ്രസക്തിയെ വിളിച്ചോതുന്ന യുക്തിഭദ്രമായ ഭാഗം എന്നുള്ളതാണ് കൗതുകം. ചില ആളുകൾ ചിന്തിക്കും നമ്മൾ സ്വർഗം പറയണ്ട, നരകവും പറയണ്ട, അത് പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാവണമെന്നില്ല. അതിൽ പറയുന്ന സംഗതികൾ പുതിയ തലമുറയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വർഗത്തിന്റെ ഡെപ്പിക്ഷൻ. ഖുർആൻ പറയുന്ന സ്വർഗം ഇസ്ലാം വിമർശകർ പറഞ്ഞെന്തോ ആക്കിയതിന് നമ്മൾ പ്രതികളല്ലല്ലോ. വാസ്തവം അവര് പഠിക്കട്ടെ. നദീതട സംസ്കാരം, കൃഷി ഉണ്ടാവണമെങ്കിൽ, ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണ്ടേ?
ഫീ സിദ്രിൻ മഖ്ലൂദ് വത്വൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂആ. ദാ പറഞ്ഞത് ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത പഴങ്ങൾ, വത്വൽഹിൻ മംദൂദ്, പഴുത്ത നേന്ത്രപ്പഴം, ഏത്തക്ക, വമാഇൻ മസ്കൂബ്, ചഷകങ്ങൾ, വദില്ലിൻ മംദൂദ്, പരന്ന തണലുകൾ, വഫാകിഹത്തിൻ കസീറ, അറ്റമനന്തമായ ഫലങ്ങൾ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, സീസണൽ അല്ല, നിൽക്കാത്ത നിലക്കാത്ത അനവരതം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന പഴങ്ങൾ. പഴങ്ങൾ കിട്ടണമെങ്കിൽ കൃഷി ചെയ്യപ്പെടണ്ടേ? സ്വർഗത്തിൽ കൃഷി ഉണ്ടാകും, മണ്ണുണ്ടാകും. ഒന്നൊക്കെ മത്സരി ചെയ്യണം, എല്ലാം മലക്കുകൾ ചെയ്യണം, എല്ലാം മടുക്കൂലേ? 3 ദിവസത്തേക്ക് താമസിക്കാൻ പോയതല്ലല്ലോ സ്വർഗത്തിൽ. ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ കടക്കുന്നവർക്ക് അവിടെ പൗരത്വമുണ്ട്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ വലിയ അപ്പാർട്ട്മെന്റ്സും വലിയ വ്യവസായവും കോടികളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ അറിയോ? പൗരത്വം ഇല്ല, നാഷണാലിറ്റി ഇല്ല. നാളെ രാവിലെ പോകണം എന്ന് പറഞ്ഞാൽ പോകേണ്ടി വരും. പൗരത്വം കിട്ടിയാൽ വലിയ സമാധാനമാണ്. പക്ഷേ മനുഷ്യന്റെ വിനോദ സങ്കല്പത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് എവിടെയാണോ നാം പോയി നിൽക്കുന്നത് അവിടെ നമുക്ക് ഔദ്യോഗികമായ അംഗീകാരം കിട്ടുക എന്നുള്ളത്. അതാണ് ഖുർആൻ പറയുന്നത് ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ കടന്നവർക്ക് അവിടെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ആധാർ കാർഡും ഉണ്ടാകും, റേഷൻ കാർഡും ഉണ്ടാകും, ഐഡന്റിറ്റി കാർഡും ഉണ്ടാകും, വോട്ടവകാശവും ഉണ്ടാകും എന്നല്ലേ പറയുന്നത്. സ്വർഗത്തിന്റെ രേഖയിൽ നമ്മളുണ്ട് എന്ന്. ഗസ്റ്റുകളല്ല സ്വർഗത്തിൽ, നമ്മൾ ഗസ്റ്റുകളല്ല, സ്വർഗത്തിൽ നമ്മൾ പൗരന്മാരാണ്. ഖാലിദീന ഫീഹ, സാറ്റിസ്ഫൈഡ്, പൗരത്വം കിട്ടി. പിന്നെയോ റളിയല്ലാഹു അൻഹും, നമ്മളൊരു വീട്ടിൽ അതിഥിയായി പോയാൽ 1ാമത്തെ ദിവസമൊക്കെ ഓക്കെ, ഒരാഴ്ചയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടില്ല. കാരണം എന്താ? നമുക്കൊരു തോന്നലായിരിക്കും നമ്മൾ മടുക്കുന്നുണ്ടോ എന്ന്. ഒരാഴ്ചയൊന്നും കഴിയണ്ട, ഒരു നേരത്തോടെ നേരമായാൽ തന്നെ. പക്ഷേ ഇവിടെ പറയുകയാണ് റളിയല്ലാഹു അൻഹും, അല്ലാഹുവിനെ ഇവരെ കുറിച്ച് മടുപ്പില്ല. എത്ര കാലമായി ഇവരെ പോറ്റുന്നു, ഇനി പുതിയൊരു ടീമിനെ കൊണ്ടുവരാം എന്ന് അല്ലാഹു കരുതില്ല. വറളൂ അൻ, എന്നാ നമുക്ക് അല്ലാഹനെ മടുക്കുവോ, റസൂലിനെ മടുക്കുവോ? അതും ഇല്ല. കാരണം എന്താ? എത്ര വലിയ ഭൗതിക ലോകത്തെ നേതാക്കന്മാരാണെങ്കിലും ആദ്യമൊക്കെ കാണാനും കൂടെ പോകാനും ഒരു സെൽഫി എടുക്കാനൊക്കെ കൗതുകമായിരിക്കും. കണ്ടോണ്ടിരുന്നാലോ വലിയ മടുപ്പാണ്. ആദ്യം അങ്ങോട്ടേക്ക് ഒരു കോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആലോചിച്ചാണ്. കണ്ടോണ്ടിരുന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കോള് വരുമ്പോ നമ്മൾ എടുക്കൂല, മടുപ്പാണ്. ഇവിടെയുള്ള ഏത് ലീഡേഴ്സ് ആണെങ്കിലും വാസ്തവം ഒരു പരിധിയോളം. പക്ഷേ റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഈ സ്വർഗത്തിൽ കടന്നവർക്ക് അള്ളാനെയും മടുക്കുന്നില്ല, റസൂലിനെയും മടുക്കുന്നില്ല. വിനോദ സങ്കല്പത്തിൽ ഇതിനേക്കാൾ എന്ത് വേണം? പൗരത്വമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നദീതട സംസ്കാരം എന്ന് പറഞ്ഞ പോലെ ഉപജീവന മാർഗങ്ങളുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്. സ്വർഗത്തിൽ കടക്കുമ്പോ പറയുക തന്നെ എന്താണ്? ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞ നേരം കളയുകയല്ല. അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ, സ്വർഗത്തിൽ കടക്കുമ്പോ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. എന്താണ് അടുത്ത വർത്തമാനം? എന്താണ്? സദഖനാ വഅദ വഔറസനൽ അർള വഔറസനൽ അർള, നമ്മുടെ നാട് നമുക്ക് തിരിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്വതിയും. ഭൂമിയെ തിരിച്ചു തന്നു എന്നല്ല. 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയെ എന്തിനാണ് സ്വർഗാവകാശിക്ക്? മാലയിടാൻ. എത്ര അഭംഗിയാണ് ആ കൺസെപ്റ്റ്. അൽ അർള ബലദഹു വബിലാദഹും, നാട് തിരിച്ചു കിട്ടി. ദാ നോക്ക് മാർക്കറ്റ്, ദാ റോഡ്, ദാ കട, ദാ വയൽ, മാമലകൾ പച്ചപ്പട്ടുടുത്ത ഗ്രാമങ്ങൾ, ഭൂമിയിലുള്ള ഗ്രാമങ്ങൾ സ്വർഗാവകാശികൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോ അതാണ് റാബിയ അദവിയ. അള്ളാഹുവിനെ കിട്ടാൻ മെനക്കെടുമ്പോൾ ഉണ്ടാകുന്ന നേട്ടമാണ് വാസ്തവത്തിൽ അവർ സൂചിപ്പിച്ചത്. വിശുദ്ധ ഹദീസിന്റെയും ഖുർആന്റെയും വെളിച്ചത്തിൽ
3 തത്വങ്ങൾ. ഞാൻ ആ 3ലേക്ക് എൻ്റെ ഒരു ഓളം ഞാൻ തെറ്റിക്കുന്നില്ല. ചില വിഷയങ്ങൾ, ചില ഭാഗങ്ങൾ, ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മറ്റൊരു രീതിയിൽ പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. സ്വർഗവുമായി ബന്ധപ്പെട്ട വിവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കുല്ലിയായ കായികകൾ, അത് നമ്മുടെ ഒരു മൻഹജാണ്. സൂഫി മൻഹജ് എന്ന് പറഞ്ഞതുപോലെ കുല്ലിയായ കായികകൾ. നമ്മൾ ഈ മിൻഹാജിന്റെ മത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വദ്ഉൻ ഇലാഹിയുൻ, ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയം, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം. ഒരുപക്ഷെ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി പറയാമല്ലോ. വദ്ഉൻ ഇലാഹിയാണ് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവാനാണ്. അപ്പൊ നമുക്ക് നോമ്പാകാനും പെരുന്നാളാകാനും ആകാശത്തേക്ക് പോകണം, എന്നിട്ട് മാസം കാണണം. ഇനി മാസം കാണണ്ട, കണക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ശക്തമായി ഇവിടെയുണ്ട്. ആ വിഷയത്തെ ഖണ്ഡിക്കലല്ല ഇവിടെ എൻ്റെ ഉദ്ദേശം. ഇസ്ലാമിനെ നമ്മൾ അവതരിപ്പിക്കേണ്ട യുക്തിവാദികൾക്ക് കൺവിൻസിംഗ് ആയ രീതിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു മൻഹജ് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായി സുന്നി ഉലമാ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നില്ല? ഈ കാലഘട്ടത്തിൽ കണക്ക് പോരെ? എന്തിനാണ് നിങ്ങൾക്ക് ആകാശത്തെ കാഴ്ച? പക്ഷെ പ്രശ്നം എന്താണ്? വദ്ഉൻ ഇലാഹിയാകുമ്പോ എല്ലാ കാലവും പരിഗണിക്കേണ്ടി വരും. ഇപ്പൊ എവിടെ നിന്നാണ് കണക്ക് കിട്ടുന്നത്? ഇപ്പോ നാസയുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അൽമനാഖ് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്താൽ ഓരോ മാസത്തിലെയും ന്യൂമൂൺ സമയം അല്ലെങ്കിൽ കൺജങ്ഷൻ സമയം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ന്യൂമൂൺ നോക്കിയാൽ ഏതെങ്കിലും ഒരു UTC ടൈമിൽ, അത് രാവിലെയാകാം, വൈകുന്നേരമാകാം, രാത്രിയാകാം, ടൈം കൊടുത്തിട്ടുണ്ടാകും. ആ ന്യൂമൂൺ സമയത്തിന് സാക്ഷിയാകുന്ന ഭൂമിയുടെ ഭാഗവും കൊടുത്തിട്ടുണ്ടാകും. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ മാസം കണക്ക് വെച്ച് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു 30 കൊല്ലം മുമ്പ് UTC ടൈം നമുക്ക് ലഭ്യമായിരുന്നോ? 50 കൊല്ലം മുമ്പ് കൂട്ടിക്കോ. നാസയുടെ സൈറ്റ് ഉണ്ടായിരുന്നോ? അൽമനാക്ക് സംവിധാനങ്ങൾ ലഭ്യമായിരുന്നോ? ഇല്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ലഭ്യമാകുമോ? ഇല്ല. ഒരുപക്ഷെ ഈ 100 കൊല്ലത്തിന്റെ ഇടയിലേക്ക് മാത്രം ഉള്ളതാണോ ഇസ്ലാം? അതാണ് വദ്ഉൻ ഇലാഹിന്റെ താല്പര്യം. ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യന് വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മാനകമായ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുകയുള്ളൂ. ഇപ്പൊ ഈ ചാർട്ടും പട്ടികയും നോക്കിയിട്ടാണ്, മാസം ഉറപ്പിക്കലല്ല കേട്ടോ എന്റെ വിഷയം, ചാർട്ടും പട്ടികയും വെബ്സൈറ്റും നോക്കിയിട്ട് തയ്യാറാക്കുന്നതാണ് ഇസ്ലാം അവലംബിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 50 കൊല്ലം മുമ്പും അത് ഭൂമിയിൽ സാധ്യമായിരുന്നില്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാലും സാധ്യമല്ല. 50 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും ഉറപ്പുണ്ടോ? ഒരു 3ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായാൽ എന്താകും? സ്പേസ് വാറായിരിക്കും, സ്റ്റാർ വാറായിരിക്കും. ഭൂമിയിൽ നിന്നായിരിക്കില്ല യുദ്ധം എന്നുള്ളതാണ്, ആകാശത്തു നിന്നായിരിക്കും ലോകയുദ്ധം നടക്കുക. ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ആയുധ ശേഖരങ്ങളുടെ റിമോട്ട് കൺട്രോളുകൾ പ്രവർത്തിക്കുന്നത് ബഹിരാകാശ സ്പേസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിമോട്ടിങ്ങുകളാണ്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും കരിക്കാവുന്ന മാരകായുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ലോക സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും ചുട്ടു ചാമ്പലാക്കാൻ മാത്രമുള്ള 100 കണക്കിന് ആയുധങ്ങളുടെ മീതെ പതിയിരിഞ്ഞുകൊണ്ടാണ്, തപസ്സിരുന്നു കൊണ്ടാണ് ലോക സമാധാനത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ആശയം പ്രസവിച്ച ശാന്തിയും സമാധാനവുമല്ല, ആയുധം പ്രസവിച്ച ശാന്തിയും സമാധാനവുമാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ബോംബിടുന്നില്ല? റഷ്യനെ പേടി. റഷ്യ എന്തുകൊണ്ടിടുന്നില്ല? യൂറോപ്യൻ രാജ്യങ്ങളെ പേടി. യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് അച്ചടക്കം പാലിക്കുന്നു? ചൈനയെ പേടി. ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുകയാണ്. ഏതോ ഒരു സൈക്കോ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അരമണിക്കൂർ കൊണ്ട് ലോകം കരിയും. അതാണ് നിലനിൽക്കുന്ന ലോകത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം. 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും ജാപ്പാനിൽ വർഷിച്ച അണുബോംബിനേക്കാൾ, ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള അണുബോംബുകൾ നിലവിൽ ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. മനസ്സിലായില്ല?
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ മാരകായുധങ്ങൾ ഇന്ന് ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. ഒരു അണുവായുധ യുദ്ധം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇന്റർനെറ്റുകൾ മിണ്ടാതാകും, വൈദ്യുതികൾ നിലക്കും, ടെക്നോളജി നിലംപൊത്തും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ഒന്നും അപ്പോൾ ഉണ്ടാവില്ല. ഗതാഗത ഗമനാഗമന വാർത്താവിനിമയ സാങ്കേതിക സംവിധാനങ്ങൾ കൂപ്പുകുത്തും. മനുഷ്യ നാഗരികത റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കും. കാളവണ്ടിയിലേക്ക്, കഴുതവണ്ടിയിലേക്ക്, കുതിരവണ്ടിയിലേക്ക്, കാൽനടയിലേക്ക് ലോകം പോകും. ഈ ഒരു സഞ്ചാരം ഉണ്ടാകാൻ ലോകത്ത് പതിറ്റാണ്ടുകളുടെയോ ഒരു വർഷത്തിന്റെയോ ഒരു മാസത്തിന്റെയോ ഒരു ദിവസത്തിന്റെയോ പോലും താമസമില്ല. നിലവിലുള്ള ഇന്ന് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ആ കരി ദുർഭൂതങ്ങൾ തീകളായി ജ്വാലകളായി പടർന്നാൽ മിനിറ്റുകൾ കൊണ്ട് ലോകത്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. എന്തിന് 2050 പറയണം? ടെക്നോളജി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അപ്ഡേഷൻ വരുത്തുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ മൻഹജ് അല്ല. അതൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോ എക്കാലവും പ്രാക്ടിക്കലായ ഒരു നിയമം എന്താ? 100 കൊല്ലം മുമ്പ് അത് നടക്കണം, ഒരു 50 കൊല്ലം കഴിഞ്ഞാലും നടക്കണം. അപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് മാസം കാണൽ. ഇനി ഇന്ന് തന്നെ ആയാലും ആഫ്രിക്കയിലെയും ഉഗാണ്ടയിലെയും റവാണ്ടയിലെയും സാംബിയയിലെയും എരിത്രായിലെയും പട്ടിണി പാവങ്ങളായ രാജ്യക്കാർക്ക് ചേരിയിലെ ചേറ് ചോറാക്കി തിന്നുന്ന പാവങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെ നോമ്പ് വേണ്ടേ, പെരുന്നാള് വേണ്ടേ? അവിടെയും പ്രാപ്യമായത് ഈ പറയുന്ന സയൻസിന്റെ ആസ്ട്രോണമിക്കൽ ടേബിളുകളല്ല. അവിടെയും സാധ്യമാകുന്നത് നാച്ചുറലി, പ്രകൃതിദത്തമായി ആകാശത്തേക്ക് നോക്കലാണ്. അതാണ് നാച്ചുറൽ ഇസ്ലാം, ഫിത്വരിയായ ഇസ്ലാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താ അറിയോ? ഇലാഹിയുൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ളത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുകയില്ല, മനുഷ്യന്മാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വലിയ ശാസ്ത്രവും വലിയ ഭൗതികതയും വലിയ വികസനവും വലിയ പുരോഗതിയും പറയുന്നവരാണ് വാസ്തവത്തിൽ കാലത്തിന്റെ ഒരു ഇട്ടാവട്ടത്തിൽ കുടുങ്ങിപ്പോയത്. ദീർഘമായ ഭാവിയിലേക്കും ദീർഘമായ ഭൂതകാലത്തേക്കും നോക്കാൻ സാധിച്ചാൽ നമുക്ക് മാനക തത്വമേ പറയാൻ കഴിയൂ. പ്രകൃതിപരമായ അടയാളങ്ങളാണ് അവലംബിക്കേണ്ടത്. അടിമത്തം എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല? ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചോദ്യം വരുമ്പോ തോന്നും ഇസ്ലാമാണ് ഉണ്ടാക്കിയത് എന്ന്. അല്ലല്ലോ. ഒരു സാമൂഹികമായ ഫിനാൻഷ്യൽ എക്കണോമിക് സിസ്റ്റം, എന്തുമാകാവുന്ന സിസ്റ്റം, രണ്ടു കാലുള്ള മൃഗങ്ങളായി മനുഷ്യരെ ദുരുപയോഗം ചെയ്ത ഒരു കാടൻ സമ്പ്രദായം, മൃഗീയമായ സംവിധാനം. ആ സംവിധാനത്തെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തുകയും അവർക്ക് മനുഷ്യത്വപരമായ പൗരത്വ പദവി നൽകുകയും ആത്മീക ലോകവുമായി അവർക്ക് ആത്മീക ലോകത്തവർ ഒരളവിലും തരം താഴുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നതൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മഹത്വം. സാമ്പത്തികമായി എന്ത് എന്നുള്ളതല്ല, ഉടമയും അടിമയും എന്നുള്ളത് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലെ രണ്ട് വാക്കുകളാണ്. ഇസ്ലാമിന്റെ ഇടയിലേക്ക് വന്നാൽ അതിനെ ആത്മീകമായി കണ്ടാൽ അടിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ ആത്മാവ് എന്ന് പറയുന്ന സ്വത്വത്തെ ഇസ്ലാം ഇകഴ്ത്തിയില്ല. ഇസ്ലാം സംസാരിക്കുന്ന സ്വത്വം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം തൊഴിലാളി എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. കോൺഗ്രസ്സുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം ദേശീയ പൗരൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. ഓരോ ഇസവും ഓരോ പ്രത്യയശാസ്ത്രവും മനുഷ്യനിലെ ഓരോന്നിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സിദ്ധിയുള്ള ഒരു സവിശേഷ ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ മനുഷ്യൻ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സാധനം, കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണിലെ മനുഷ്യൻ ഉൽപാദനക്ഷമതയുള്ള ഒരു മൃഗമാണ്, ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് കണ്ണിലെ മനുഷ്യൻ. ഇനി വലതുപക്ഷത്തിന്റെ കണ്ണിലെ മനുഷ്യൻ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഒരു സറൗണ്ടിങ്, ഒരു ദേശരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അതിനകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ട ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രത്യേക സവിശേഷ ജീവിയാണ് മനുഷ്യൻ. ദേശീയ സ്വത്ത് എന്ന് പറയും. ഓരോന്ന് പറയുന്നില്ല.
ഇപ്പൊ ചിലർ പരിഗണിക്കുന്നത് ദളിത് സ്വത്വം, കീഴാള സ്വത്വം, സ്ത്രീ സ്വത്വം, പുരുഷ സ്വത്വം, കായിക സ്വത്വം, കലാസ്വത്വം, ഇതൊക്കെ മനുഷ്യനിൽ ഓരോ പ്രത്യയശാസ്ത്രവും കാണുന്ന വ്യത്യസ്തമായ പരിഗണനകളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ഇസ്ലാം കാണുന്ന പരിഗണന ഏതാണ്? തൊഴിലാളി സത്വം അല്ല, ദേശീയ സത്വം അല്ല, ദളിത് സത്വം അല്ല, കായിക സത്വം അല്ല, കലാസത്വം അല്ല. ഇസ്ലാം കാണുന്ന സത്വം റൂഹിയായ സത്വമാണ്. ആത്മീക ജീവിയാണ് മനുഷ്യൻ. ഇതാണ് ഇസ്ലാമിന്റെ കണ്ണ്, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ച. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുചീകരിച്ചവൻ വിജയിച്ചു, ആത്മാവിനെ ശുചീകരിക്കാത്തവൻ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇനി അതിന്റെ ഈ ഇലാഹിയായ ആണെന്ന് പറഞ്ഞപ്പോ ആ ഭാഗം മെൻഷൻ ചെയ്തതാണ്. ഇന്ന് ലോകത്ത് അടിമ സിസ്റ്റത്തിന് പ്രസക്തിയില്ല, അടിമകൾ തന്നെ ഇല്ല. പഴയ കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഭാവി അറിയില്ല. ചരിത്രം നമുക്ക് പാഠമാകുന്നു. ലോകത്തിന് എന്തും സംഭവിക്കാം, അടിമകൾ തിരിച്ചു വരാം. ഇസ്ലാം ഉണ്ടാക്കാം എന്നല്ല, ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ കോളനികളാക്കി മാറ്റുന്നൊരു കാലത്ത് നിങ്ങളൊന്നുകൂടി ആഴത്തിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ നേരത്തെ ഇലോൺ മസ്കിനെ ഉദ്ധരിച്ചു. ഞാനൊന്നും കാട് കയറി പറയുകയല്ല. ഒരു 100 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് ശക്തികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് രാജ്യങ്ങളെ കോളനിയാക്കിയതുപോലെ പുതിയ കാലത്തെ കൺസെപ്റ്റ് എന്താ അറിയോ? ആകാശങ്ങൾ കോളനിയാക്കുക. ഹുദൈബിയയുടെ മുറ്റത്ത് വെച്ച് എന്തോ പറയുകയല്ല, ആകാശങ്ങളെ കോളനിയാക്കുക. അതാണ് ഇലോൺ മസ്കിന്റെ ഒക്കെ കൺസെപ്റ്റ്. എന്ത് ആകാശങ്ങളെ കോളനിയാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ നമ്മൾ ഒഴിവാക്കാം. പാകിസ്ഥാന് ഇപ്പൊ ഒരു $5000 കോടി ആവശ്യമുണ്ട്. കുറച്ച് പാലവും റോഡും കെട്ടാൻ, ആശുപത്രി കെട്ടാൻ, അല്ലെങ്കിൽ പട്ടിണി മാറ്റാൻ. എങ്കിൽ അത് ഇലോൺ മസ്ക് കൊടുക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, പാകിസ്ഥാന്റെ 1000 കിലോമീറ്റർ ആകാശം ഇലോൺ മസ്കിന് പണയം കൊടുക്കണം. അവിടത്തേക്കാണ് ലോകം പോകുന്നത്. രാജ്യങ്ങൾ അവരുടെ വ്യോമയാന പാതയും വ്യോമാതിർത്തികളും ആകാശലോകവും പണയം കൊടുത്താൽ പണം തിരികെ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ലോകം വരുന്നു. കാരണം എന്താ അറിയോ? ഭൂമിയെ കോളനിയാക്കാൻ ഇപ്പാർക്കും വലിയ താല്പര്യമില്ല. അതിന്റെ വലിപ്പമൊക്കെ ഇതൊക്കെ മനസ്സിലായി. ഇത് വലിയൊരു മുട്ടയാണെന്ന് മനസ്സിലായി. ഇത് മുഴുവനും കിട്ടിയാലും ആളുകളുടെ ആർത്തി മാറില്ല. ആർത്തിയുടെ ദുര പെരുകിയപ്പോ മുതലാളിമാർക്ക് ലോക ഭീമൻ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഭൂമി മൊത്തം കിട്ടിയാലും പോരാ. ഇനി മാർസ് കിട്ടണം, വീനസ് കിട്ടണം, സാറ്റേൺ കിട്ടണം, ജൂപ്പിറ്റർ കിട്ടണം, ലോക ഗ്രഹങ്ങൾ വേറെ കിട്ടണം, ആകാശങ്ങൾ കിട്ടണം. അതുകൊണ്ട് ആകാശം വായ്പ വാങ്ങുന്ന കാലത്തേക്ക് ലോകം ചിന്തിക്കുന്ന, വായ്പ അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഒരു കാലത്ത് കോളനി സിസ്റ്റവും അടിമത്ത സിസ്റ്റവും നാളെ വരില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ അത് പ്രശ്നമാവും. ഭാവിയിൽ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ എണ്ണിപ്പറയാൻ ഒരു അടിമ പോലും ഇല്ലെങ്കിലും അടിമകളുടെയും ഉടമകളുടെയും നിയമം എന്തായിരിക്കണമെന്ന് ഭാവി കൂടി കണ്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യത്തേക്കും ആ കാലത്തേക്കും കാണുക എന്നുള്ളത്. അവരപ്പ പറയും, എന്റെ ലാസ്റ്റ് പോയിന്റ്, അവരപ്പ പറയും നിങ്ങൾ പഴയകാലത്തെ ഗോത്രകാല കഥ പറയാണ്. അപ്പൊ നമ്മളും ചെയ്യുന്നൊരു വിഡ്ഢിത്തമുണ്ട്. എന്താണെന്നറിയോ? അവരങ്ങനെ കളിയാക്കുമ്പോ നമ്മൾ പുതിയ ആളാകാൻ ശ്രമിക്കും. പുതിയ ആളാകാൻ നമ്മൾ ശ്രമിക്കലാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നിങ്ങളെന്തേ 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും കൂറക്കിത്താബും പിടിച്ചുകൊണ്ടാണോ ഈ കാലത്തും മനുഷ്യരോട് സംസാരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പുതിയ ആയിക്കൂടെ? നിങ്ങൾക്കൊന്ന് അപ്ഡേഷൻ വരുത്തിക്കൂടെ? അപ്ഡേറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ 4 ചോദ്യം വരുമ്പോഴേക്ക് നമ്മൾ ശ്രമിക്കുകയാണ് പുതിയ മുസ്ലിമാകാൻ, പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ. പക്ഷേ ഇലാഹിയൻ എന്ന് പറഞ്ഞ ആ തത്വം മനസ്സിലായ ഒരാൾ അതിന് ശ്രമിക്കൂല. കാരണം എന്താ അറിയോ? പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ എന്നുള്ളത് യുക്തിവാദികളും ലിബറലുകളും ഉണ്ടാക്കിയ തെറ്റായ ഒരു മാനദണ്ഡമാണ്. പുതിയ മനുഷ്യനും മധ്യകാല മനുഷ്യനും ആധുനിക മനുഷ്യനും പരിഷ്കൃത മനുഷ്യനും അങ്ങനെ 4-5 തരം മനുഷ്യനില്ല. ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ബനു ആദം അൽ ഇൻസാൻ. ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ തത്വം.
പലതരം മനുഷ്യരുണ്ടെങ്കിലല്ലേ അതേക്കുറിച്ച് സംസാരിക്കണ്ടു. ഇസ്ലാമിനെ എതിർക്കുന്നവർ തെറ്റായ ഒരു മാനദണ്ഡം ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് നമുക്കെതിരെ പ്രചരണം നടത്തുക. നമ്മളോ നമുക്കെതിരെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു ഉസൂലിനെതിരെ നമ്മൾ മറുപടി കണ്ടെത്തുക. ആ ഉസൂല് ശരിയല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റ മനുഷ്യനെ ഉള്ളൂ എന്ന് പറയുന്നത്? ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ഹോമോസാപ്പിയൻ വരെ എടുത്തു നോക്കിയാൽ മനുഷ്യർക്കൊക്കെ ഒരേ ആവശ്യങ്ങളാണ്, ഒരേ വികാരമാണ്, ഒരേ വിചാരമാണ്. മനുഷ്യന് ബേസിക്കലി 12 ആവശ്യം, 13ാമത്തെ ഉണ്ടാവില്ല. മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രത അനുസരിച്ച് കൊണ്ട് എണ്ണപ്പെട്ട മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം ഉറങ്ങുക എന്നുള്ളതാണ്. 2ാമത്തെ ആവശ്യം മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ ആവശ്യം കാഷ്ടിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ ആവശ്യം മേജറിനും മൈനറിനും വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. മിഡിലിന് സെക്സ് ആണ്. അപ്പോ 6ഉം 7ഉം അങ്ങനെയായി. 8ാമത്തെ ആവശ്യം പാർപ്പിടം, ഒരു കൂടോ ഒരു മരപ്പത്തോ ഒരു ഇടമോ കിടന്നുറങ്ങാൻ ഒരു കൂരയുണ്ടാവുക എന്നുള്ളതാണ്. 9ാമത്തെ ആവശ്യം വിനോദമാണ്. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 അല്ലാത്ത 13ാമത്തെ ഒരാവശ്യം ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ കാണുകയോ പറയുകയോ സാധ്യമല്ല. പിന്നെ എവിടെയാണ് മനുഷ്യൻ മാറിയത്? 13ാമത്തെ ആവശ്യമുണ്ടെങ്കിൽ പറയ്. 1ാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എന്താണ് മനുഷ്യന്റെ മാറ്റം? സ്വതന്ത്ര ചിന്തകരും എക്സ് ഇസ്ലാമിസ്റ്റുകളും എത്ര വലിയ നുണയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജന്തുവാണ്. നുണയാണത്. അങ്ങനെയൊന്നില്ല. 1ാമത്തെ മനുഷ്യന്റെ ഫണ്ടമെന്റൽ ബേസിക് പ്രൈം നീഡ് ഓഫ് ദ ഹോമോ സാപ്പിയൻ ഈസ് ടു ഗെറ്റ് എ സൗണ്ട് സ്ലീപ്പ്. മര്യാദക്ക് ഒരു ഉറക്കം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മനുഷ്യന്റെ ആവശ്യം. 2, മൂത്രമൊഴിക്കുക. ആ ക്രമം തന്നെ എത്ര കൃത്യമാണ്. ഇതെന്റെ വകയൊന്നുമല്ല. ദാഹിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാറ്റിവെക്കാം. നല്ല ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണെങ്കിൽ 2 ആഴ്ച വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാമെന്നൊക്കെയാണ്. അതിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അല്ലാഹു അഅലം. പക്ഷെ മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ ബസ് ഇറങ്ങുന്നവരെ പിടിച്ചു വെക്കാം, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരെ പിടിച്ചു വെക്കാം. റൂമിലെത്തിയാൽ നിവർത്തിയില്ല. അപ്പൊ 2 മൂത്രമൊഴിക്കലായി, 3 വെള്ളം കുടിക്കലായി, 4 കാഷ്ടിക്കൽ, 5 ഭക്ഷണം കഴിക്കൽ. കാരണം വെള്ളവും മൂത്രവും കൊണ്ട് കുറെ കാലം പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഭക്ഷണവും കാഷ്ടവും ഒക്കെ വരുന്നുള്ളൂ. ഭക്ഷണം വിശന്നാലും നീട്ടിവെക്കാം. കാഷ്ടിക്കാൻ മുട്ടിയാൽ മുദാഫാത്തുൽ ഹദസ് അത്ര പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ ഈ ബേസിക്കലി 5 എണ്ണം കഴിഞ്ഞാൽ ഇത് 5ഉം നടന്നാൽ മാത്രം ചിന്തിക്കുന്ന ഒരു സാധനമാണ് 6ാമത്തത് മേജറിനും മൈനറിനും എന്ന് പറഞ്ഞാൽ കുട്ടികൾ, അതേപോലെ മുതിർന്ന ആളുകൾ. ആ 2 കക്ഷികൾക്കും 6ാമത്തെ ആവശ്യം ഡ്രസ്സാണ്. ചൂടൊന്നും തണുപ്പൊന്നും രക്ഷപ്പെടാൻ ഡ്രസ് മീൻസ് വസ്ത്രം തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലും ഇലയോ തോലോ ചെളിയോ മണ്ണിൽ പുരണ്ട് വസ്ത്രം ഉണ്ടാക്കി എത്ര ജീവികളുണ്ട്, എത്ര മനുഷ്യരുണ്ട്. അത് മേജറിനും മൈനറുമാണ്. അതേസമയം പ്യൂബർട്ടിക് സ്റ്റേജിലുള്ള പ്രായപൂർത്തി നിലക്കുന്നത് വരെയുള്ള സ്റ്റേജിലാണെങ്കിൽ 4 ദിവസത്തിൽ 1 തവണയെങ്കിലും മനുഷ്യൻ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളതാണ്. ഫ്രോയിഡിന്റെ ഒക്കെ അഭിപ്രായ പ്രകാരം 1 ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുക അതാണെന്നുള്ളത്. അന്നൽക്കാലം നമ്മൾ പറയേണ്ടതില്ല. മിനിമം 4 ദിവസത്തിൽ 1 തവണയെങ്കിലും ലൈംഗികമായ കാര്യങ്ങൾ ആലോചിക്കും, അതിന്റെ വഴികൾ തേടുകയും ചെയ്യും. ദിവസം വരും. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ സുന്നത്തായ ഒരു കാര്യമായി പറഞ്ഞല്ലോ, 4 ദിവസത്തിലേറെ ദിവസം ലൈംഗിക ബന്ധം ഇല്ലാതെയാവൽ സുന്നത്താണ്. വഅല്ലാ യഖ്ലു എന്നല്ലേ പറഞ്ഞത്? വഅല്ലാ യഖ്ലുവ അല്ലേ? സെക്സ് ആണ് അടുത്ത ആവശ്യമാണ്. സെക്സും നടന്നാലാണ് അടുത്ത ആവശ്യം പാർപ്പിടം. ഇതൊരു മരപ്പത്താകാം, കടയാകാം, തിണ്ണയാകാം, റോഡാകാം, കാടാകാം, ഉറങ്ങാനൊരു സ്പേസ്. ഇതൊക്കെ നടന്നാലാണ് മനുഷ്യൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുള്ളൂ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ ഏത് മനുഷ്യനുണ്ട്? ഒന്ന് കല. ഓരോ കാലത്തും ഓരോ കലയായിരിക്കും, വ്യത്യസ്തമായ കലാരീതികൾ. അറ്റ് മിനിമം ലെവൽ ഒരാളൊരു ജയിൽ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ ഒരു കാട്ടിൽ കൊണ്ടുപോയി നാട് കടത്തി മരുഭൂമിയിലിട്ടു, ഒരാളെ ഒരു കാർബോർഡ് പെട്ടിയിലിട്ടു, പത്തായത്തിലിട്ടു. എന്നാലും അയാൾ കുറച്ച് സമയം കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ താളം പിടിക്കും.
ഒന്ന് മാന്തി നോക്കും, ഒന്നെടുത്ത് മണത്ത് നോക്കും. അത് നൈസർഗികമായി വരുന്ന ഒരു വിനോദത്തിന്റെ ഒരു സിൻഡ്രമാണ്. അതാണ് കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് വലുതായി വലുതായി വ്യവസ്ഥാപിതമായ ആർട്ടുകളായി മാറും, ചിത്രകലയാവും, കലാസൃഷ്ടിയാകും, ഒക്കെയാവും. ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്, അതല്ല എന്റെ വിഷയം. മനുഷ്യൻ എന്ന പരിഗണനയിലാണ് കല. കായികം ചിലപ്പോ ശരീരം കൊണ്ടുള്ളത്, ഓട്ടം, ചാട്ടം, എടുത്തം, പിടുത്തം, നിപ്പ്, ഇരിപ്പ്, കുനിപ്പ്, മുന്തിപ്പ്, അതൊക്കെ വരും. കലയും കായികയും കഴിഞ്ഞാലാണ് പിന്നെ സംഗീതം, രാഗങ്ങൾ, താളങ്ങൾ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞാലാണ് പിന്നീട് ലഹരി. ലഹരി എന്ന് പറയുമ്പോൾ രണ്ടു തരം ലഹരി. ഒന്ന് നാർക്കോട്ടിക്, മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, ഓർമ്മയെ മരവിപ്പിക്കുന്ന നാർക്കോട്ടിക് ലഹരി. മറ്റൊന്ന് ആശയപരമായ ഐഡിയോളജിക്കൽ ലഹരികൾ. ചിലർക്ക് വിദ്യാഭ്യാസം ലഹരി, അക്ഷരം ലഹരി, പറയുന്നത് പോലെ അധികാരം ലഹരി, പണം ലഹരി, ആണ് ലഹരി, പെണ്ണ് ലഹരി, അറ്റ് മിനിമം കട്ടൻ ചായ ലഹരി, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത് ഒരു ദിനേശ് ബീഡിയെങ്കിലും ലഹരി. ഇതൊക്കെ ആദ്യത്തെ 11 കഴിഞ്ഞാലാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇത് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നായിരിക്കെ നമ്മളെ കരയിപ്പിച്ച കാര്യം ആദം അലൈഹിസ്സലാമിനെയും കരയിപ്പിച്ചു. ആദം അലൈഹിസ്സലാമിനെ ചിരിപ്പിച്ച കാര്യം നമ്മളെയും ചിരിപ്പിച്ചു. അതുകൊണ്ടാണ് അബുൽ ബഷർ ആദം എന്ന് പറയുന്നത് അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന്റെ നാച്ചർ ഒന്ന് വേറെയും നമ്മുടേതൊന്ന് വേറെയൊന്നുമല്ല. എല്ലാം ഒന്നാണ്. നമ്മളെ ചിരിപ്പിച്ച കാര്യം സയ്യിദുനാ വഹബീബുനാ റൂഹി ഫിദാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിച്ചിരുന്നു. അവിടുത്തെ കരയിപ്പിച്ച കാര്യം നമ്മളെയും കരയിപ്പിക്കുന്നു. കാരണം മെറ്റബോളിക്കലി, ഓർഗാനിക്കലി നമ്മളും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരും ഒരുപോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുന്ന് അസാധാരണക്കാരനായത് വേറെ ഹൈസിയത്തിലാണ്. മനുഷ്യൻ മാറുന്നൊന്നുമില്ല, മാറാൻ കഴിയില്ല. പിന്നെ എന്തേ മാറുന്നുള്ളൂ? പിന്നെ മാറുന്നത് ഉപകരണങ്ങളും ഉപായങ്ങളും മാത്രമാണ്. കാളവണ്ടിക്കും കഴുതവണ്ടിക്കും കുതിരവണ്ടിക്കും പകരം ഫ്ലൈറ്റുകളും കാറുകളും സ്പേസ് എക്സുകളും വരുന്നു എന്ന് മാത്രം. ഉപകരണങ്ങൾ മാറുന്നുണ്ട്. താളിയോലക്കും കല്ലിനും എല്ലിനും പകരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഉപകരണങ്ങൾ മാറുന്നുണ്ട്, അല്ലാതെ ആവശ്യങ്ങൾ മാറുന്നില്ല. ഈ ഉപകരണങ്ങളുടെ മാറ്റമോ ഞാൻ നേരത്തെ പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുകയും ചെയ്യും. 2018 കൊച്ചിയിൽ, തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? യൂറോപ്പിന്റെ കഥ പറയണ്ട, അമേരിക്കയിലേക്ക് പോവണ്ട, ഇറാഖിലേക്കും പലസ്തീനിലേക്കും പോവണ്ട. ഇവിടെ എന്താ ഉണ്ടായത്? ഗവൺമെന്റിന്റെ മന്ത്രി പത്രസമ്മേളനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പില് നനവില്ലാത്ത ഭക്ഷണങ്ങളെ വിതരണം ചെയ്യാവൂ, ഡ്രൈ ഫുഡ് ഐറ്റംസുകളെ വിതരണം ചെയ്യാവൂ, ബ്രെഡും കാര്യങ്ങളും. കാരണം ടോയ്ലറ്റിൽ വെള്ളമില്ല, ടോയ്ലറ്റ് സംവിധാനവുമില്ല. എത്ര പെട്ടെന്നാണ്! അടിക്കുന്ന സ്പ്രേയുടെ ബ്രാൻഡ് മാറിയതിന്റെ പേരിൽ മുഖം ചുളിഞ്ഞിരുന്ന ആളുകൾ ഗവൺമെന്റ് LP സ്കൂളിന്റെ തറയിൽ അപരന്റെ വിയർപ്പ് പറ്റുന്ന, വിയർപ്പ് മണക്കുന്ന കക്ഷത്തിന്റെ മൂട്ടിൽ കൊണ്ടുപോയി മൂക്ക് വെച്ച് കടന്നു. ആഴ്ചകളോളം കൊച്ചിയിൽ. ഒരാഴ്ച മുമ്പ് എന്തായിരുന്നു വിശേഷം? അടിക്കുന്ന സ്പ്രേന്റെ ബ്രാൻഡ് മാറിയതിന്റെ പേരിൽ നെറ്റി തുളിഞ്ഞവരാ. അവര് കരുതിയ സ്പ്രേ തന്നെ കിട്ടണം. അത്രയും എലൈറ്റ് സെലിബ്രിറ്റി താരങ്ങളാ. പക്ഷെ വെള്ളം അങ്ങ് പൊങ്ങിയപ്പോ എന്തായി? ഗവൺമെന്റ് LP സ്കൂളിന്റെ തറയിൽ വിയർപ്പ് മണക്കുന്ന അപരന്റെ തൊക്കിൽ പോയി മൂക്ക് വെച്ച് കടന്നു. കീഴ്വായി പുറപ്പെടുന്ന ചന്തിക്കടിയിൽ മുഖം വെച്ച് കിടക്കേണ്ടി വന്നു ആഴ്ചകളോളം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, നനവുള്ള ഫുഡ് തിന്നണ്ട, നിങ്ങൾ ഡ്രൈ ബ്രെഡ് തിന്നോളൂ, എന്നാൽ വലിയ പ്രയാസം ഉണ്ടാവൂല. കൊച്ചിയിൽ നടന്നു, തിരുവനന്തപുരത്ത് നടന്നു, കൊല്ലത്ത് നടന്നു, കോഴിക്കോട് നടന്നു. നമ്മുടെ കൺമുമ്പിൽ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഒരു മഴ പെയ്താൽ ഇല്ലാതാവുന്ന നീർക്കുമിളകൾ മാത്രമാണ്. അത് വെച്ച് മനുഷ്യനെ, ആധുനിക മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, പ്രാചീന മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയല്ലെന്നുള്ളതല്ല, അതിനേക്കാളും വലിയ തെറ്റ് മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല.
മനുഷ്യർ പലവിധം എന്നതിനേക്കാൾ വലിയ തെറ്റ് മനുഷ്യർ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവിടെയുള്ള എക്സ് മുസ്ലിം വാദം. മനുഷ്യർ നാലുണ്ട്, പഴയ മനുഷ്യരാണ് മാപ്പിളമാർ, പുതിയ മനുഷ്യരാണ് ഞങ്ങൾ എന്നെന്ന് പറയുന്ന വിജുഗീഷത്വത്തെക്കാളും വലിയ വിഡ്ഢിത്തം മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. തൽക്കാലത്തേക്ക് ഇനി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, പറയാം. 12:15 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുക്തിവാദ ചിന്തയൊന്നുമല്ല. നമ്മുടെ ഈ ഹൂർലിങ്ങളെ പറ്റി പറയുന്നത്, പുരുഷന്മാർക്ക് ഹൂർലിങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതേ സ്ഥലത്ത് സ്ത്രീകളെ സംബന്ധിച്ച് എന്താണെന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു ഉസ്താദ്. ഇത് ഉസ്താദിന്റെ ഒരു സംശയമൊന്നുമല്ല. പിന്നെ ഈ ഒരു ഊഴം ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആരെങ്കിലും ചോദിക്കേണ്ടതെന്ന് കൊണ്ട് ഉസ്താദ് ഒന്ന് സഹകരിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിന്റെ മറുപടി കൂടി ഉസ്താദിന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു സംസാരം ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അവിടെ രണ്ട് നിലയ്ക്ക് ചിന്തിക്കാം. ഒന്ന്, ആദ്യം ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗം ഒരു പെർഫെക്റ്റ് സ്വർഗമല്ല എന്നൊരു വിമർശന ബുദ്ധിയോടെ ചോദിക്കുന്ന, ഇസ്ലാമിനെ എതിർക്കുന്ന, കാര്യം മനസ്സിലാക്കാനല്ലാതെ ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ചോദ്യം വരുന്നുണ്ട്. അവർക്ക് മറുപടി കിട്ടിയാൽ അവർ ഇസ്ലാമിനെ എതിർക്കാൻ അടുത്ത ചോദ്യമായിട്ട് വരും. അവർക്ക് അതിന്റെ ഉത്തരമല്ല വേണ്ടത്, ഇസ്ലാമിനെ എതിർക്കാൻ ഒരു ആയുധമാണ് വേണ്ടത്. അവരോട് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ആ വിഷയം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമതായി, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു ബോധമാണെങ്കിൽ, രണ്ടും ഒരു ഉണ്ടാക്കി വെച്ച റെഡിമെയ്ഡ് മറുപടിയാണോ, ഒരു ജെനുവിൻ അല്ലേ എന്നുള്ള സംശയം ഉണ്ടാവണ്ട. രണ്ടും ശരിക്കുള്ള മറുപടി തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഉലമാവ് പറയുന്നതാണല്ലോ. ഈ ഹൂറുൻ ഈൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അറബ് പദം, ഹൂറുൻ ഈൻ. അപ്പോൾ ഈ ഹൂർ എന്ന ഒരു പദം അഹ്വർ എന്ന വാക്കിന്റെയും അതേപോലെ ഹുറ എന്ന വാക്കിന്റെയും ജമാണ് അല്ലേ? അഹ്വർ എന്ന് പറഞ്ഞാൽ കൺതടം ഏറ്റവും തിളങ്ങുന്ന പുരുഷൻ, മുദക്കറാണ്. ഹൗറ എന്ന് പറഞ്ഞാൽ കൺതടം ഏറ്റവും തിളങ്ങുന്ന സ്ത്രീ, മുഅന്നസാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ജമ്മാണ്. അപ്പൊ കൺതടം തിളങ്ങുന്ന അല്ലെങ്കിൽ നെറ്റിത്തടം തിളങ്ങുന്ന പുരുഷന്മാർ എന്നും ഹൂറിന് അർത്ഥമുണ്ട്. കൺതടങ്ങൾ അല്ലെങ്കിൽ നെറ്റിത്തടം തിളങ്ങുന്ന സ്ത്രീകൾ എന്നും ഹൂർ എന്ന പദത്തിന് ലുഗവിയായി അർത്ഥമുണ്ട്. ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല, ഒരിക്കലും ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അൽഫിയാണല്ലോ. പിന്നെ അവിടെ ഇലാഫത്ത് ഈനിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നു. അപ്പോ കണ്ണുകൾ ജുസ് പറഞ്ഞ കുല്ലുദ്ദേശമാണ്. കണ്ണിന് മാത്രം തിളക്കം ഉണ്ടാവില്ലല്ലോ, സൗന്ദര്യത്തിന്റെ പ്രതീകമായത് കൊണ്ട് പറയാണ്. അപ്പൊ മുഖം തിളങ്ങുന്ന പുരുഷന്മാർ, മുഖം തിളങ്ങുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഭംഗിയുള്ള പുരുഷന്മാർ, ഭംഗിയുള്ള സ്ത്രീകൾ, ഈ രണ്ട് അർത്ഥത്തിനും ഫിറ്റായ, ഭാഷാപരമായി 100% ഫിറ്റായൊരു വാക്കാണ് ഹൂറുൻ ഈൻ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് സ്വർഗത്തിൽ സുന്ദരന്മാരായ പുരുഷന്മാരില്ലയോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടാത്തത് എന്ന് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഓ നിങ്ങൾക്കും ഇതാ ഹൂറുൻ ഈൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും ഉണ്ടല്ലോ എന്ന് പറയാവുന്നതേ ഉള്ളൂ. കാരണം ഖുർആനിന്റെയോ ഹദീസിന്റെയോ അയിമത്തിന്റെയോ നെസ്സുകളിൽ പുരുഷന്മാർ ഇല്ലെന്നില്ല, ഉണ്ടെന്ന് സാധ്യതയുണ്ട്. ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമ്പോ ഇതാ തതറക്കൽ ഇഹ്തിമാലു ബത്തലൽ ഇസ്തിദ്ലാലു, ഉണ്ടാകാൻ നേരിയ ഒരു ഇഹ്തിമാലുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാൻ അവിടെ ഇസ്തിദ്ലാലിന് ന്യായമില്ല. അപ്പൊ സ്വാഭാവികമായി പെണ്ണുങ്ങൾക്ക് അവിടെ പുരുഷന്മാരും ഉണ്ട് എന്ന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കൾ അത് പറയാത്തത്? പിന്നെ അതാണ് രണ്ടാമത്തെ വിഷയം. അവിടെയാണ് നമ്മൾ ന്യായമായൊരു മറുപടിയിലേക്ക് പോകേണ്ടി വരിക. അത് അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും വൃത്തിയുടെയും ഒരു വിഷയം അവിടെയുണ്ട്. നമ്മൾ ഭൗതിക ലോകത്തിന്റെ ഒരു നെൽമ നിലാമ തന്നെയായിരിക്കും സ്വർഗത്തിലും. നമ്മൾ നേരത്തെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, നേതൃത്വമുണ്ട്, കാര്യങ്ങളുണ്ട് ഒക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഭൗതിക ലോകത്ത് നോക്കൂ. ഭൗതിക ലോകത്ത് ഒരു ടേമിൽ ഒരു പുരുഷനാൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാൻ പറ്റുകയുള്ളൂ. ആ ടേമിൽ 10,000 കണക്കിന് സ്ത്രീകളെ ഗർഭിണിയാക്കാൻ പുരുഷന് പറ്റും.
അതൊരു വലിയ ക്രെഡിറ്റും നേട്ടമൊന്നുമല്ല. സ്ത്രീ അവരുടെ ശരീരത്തിന്റെ മെറ്റബോളിസം അങ്ങനെയാണ്. ഒരു പുരുഷനാൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ പ്രസവം സംഭവിക്കുന്നത് വരെ അത് നാച്ചുറലി 9 മാസം ഉത്തര 18-17 ദിവസവും, ഇനി 10 മാസം എന്ന് ജനറലി പറയാം, ഇനി മാക്സിമം 4 കൊല്ലം വരെ പോകാം എന്നല്ലേ. ഇനി 4 കൊല്ലം പോവില്ല എന്നൊക്കെയുള്ള വാദഗതികൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തൽക്കാലം ഈ ചർച്ച പോവേണ്ട. എത്രയാണോ ഒരു പെണ്ണിന്റെ ഗർഭകാലാവധി, ആ പ്രസവം സംഭവിക്കുന്നത് വരേക്കും മറ്റൊരു പുരുഷനാൽ ഗർഭിണിയാവാൻ ലോകത്ത് ഒരു സ്ത്രീക്കും സാധ്യമല്ല. ഒരു പുരുഷനാൽ മാത്രമേ ഗർഭിണിയാവാൻ കഴിയൂ. ആ ഒരു 10 മാസത്തെ ടൈമിനുള്ളിൽ ഒരു പുരുഷനെ അവന്റെ ആരോഗ്യം അനുവദിക്കുന്നത് പോലെ എത്രയും സ്ത്രീകളെ ഗർഭിണിയാക്കുവാൻ കഴിയും. അത് ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിന്റെയും ഒരു സ്വഭാവം അത് തന്നെയാണ്. ഒരു പുരുഷനാൽ ഗർഭിണിയായ ഒരു മാന്യയായ അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആ ടൈമിലെങ്കിലും മറ്റൊരു പുരുഷനെ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പൊ ആ ഘടന പോലെ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെ സ്ത്രീകൾ മറ്റു സ്വന്തം ഭർത്താക്കന്മാരല്ലാത്ത, അള്ളാഹു സമ്മതിച്ചു കൊടുക്കുന്ന പാർട്ട്നേഴ്സ് അല്ലാത്ത വേറെ ഈ ഒക്കേഷണൽ ലൈംഗികതയ്ക്ക് വേണ്ടി എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള അഫയറുകൾക്ക് ഈ സ്ത്രീകൾ കരുതില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ന്യായമായും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കരുതിയിട്ട് കിട്ടുന്നില്ല എങ്കിലേ പ്രശ്നമുള്ളൂ. കരുതിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അപ്പൊ ചോദിക്കും, ദുനിയാവെന്ന് കരുതുന്നുണ്ടല്ലോ, ദുനിയാവെന്ന് പെണ്ണുങ്ങളൊക്കെ സ്വന്തം ഭർത്താക്കന്മാരല്ലാത്ത വേറെ പുരുഷന്മാരെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് നമ്മൾ പറയേണ്ട, ആഗ്രഹിക്കുന്നുണ്ടാവാം, ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ പുതിയ കാലത്തെ ചർച്ചകളിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ആഗ്രഹം പോലെയല്ല സ്വർഗത്തിലെ ആഗ്രഹം എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ. സ്വർഗത്തിലേക്കുള്ള ഒരു ഘടന പറയുകയാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അവരെ മറ്റൊരു ഘടനയിലേക്ക് നമ്മൾ പുനഃഘടിപ്പിക്കും, മറ്റൊരു അവസ്ഥയിലേക്ക് അവരെ ഒരു പുനഃസൃഷ്ടി നടത്തും. അപ്പൊ ദുനിയാവിലെ മെന്റാലിറ്റി ആയിരിക്കില്ല ആഖിറത്തിലെ സ്വർഗത്തിലെ മെന്റാലിറ്റി. മനോഘടന മാറ്റും. അത് ഈ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാശ്മീരിലുള്ള, ഈ വിഷയമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊന്നും കൂടി പറയാം, കാശ്മീരിലുള്ള ഒരു 8 or 6 അങ്ങനെ വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നിരുന്നു. എന്നിട്ട് കൊന്നു. അന്ന് ഒരു ചർച്ച ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് കൊണ്ടുവന്നിരുന്നു. ആസിഫ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഇസ്ലാമിന്റെ നമ്മുടെ വിശ്വാസം. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, ഷഹീദത്തായി. ഇനിയെങ്ങാനും അവരുടെ ചോദ്യമാണ്, ഈ ബലാത്സംഗം ചെയ്ത ഈ കശ്മലന്മാർ 5-8 പേരുണ്ട്, അവര് മുസ്ലിങ്ങളായാൽ അവരും മുസ്ലിമായി മരിച്ചാൽ എങ്ങോട്ടേക്കാണ് പോവുക? സ്വർഗത്തിലേക്കാണ് പോവുക. അപ്പൊ ആസിഫ ദുനിയാവിൽ നിന്ന് ഈ വേദനയൊക്കെ സഹിച്ച് ആഖിറത്തിലേക്ക് സ്വർഗത്തിലെത്തി നോക്കുമ്പോൾ ഉണ്ടാവും ഇടത്തും വലത്തും തന്നെ പീഡിപ്പിച്ച ആ കാമവറിയന്മാരും ഉണ്ടാകും സ്വർഗത്തിൽ. ആസിഫാക്ക് ഭ്രാന്തളകൂലേ? ഇത് നല്ല പരിപാടി. ഞാനും സ്വർഗത്തിൽ, എന്നെ പീഡിപ്പിച്ച് ഇവരും സ്വർഗത്തിൽ. ഇതെന്ത് പണിയാണ് റബ്ബേ എന്ന് അള്ളാഹിനോട് ചോദിക്കൂലേ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. പക്ഷേ അതിന് ഖുർആൻ മറുപടി പറയുന്നുണ്ട്. അത് ദുനിയാവിലെ നമ്മുടെ ചിന്തയാണത്. നമ്മുടെ മനോഭാവം വെച്ചുകൊണ്ട് സ്വർഗത്തിനെ അളക്കരുത്. ഇവിടുന്ന് വേറെ പുരുഷന്മാരെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതല്ലേ നമ്മുടെ വിഷയം. ആ മനോഭാവത്തിൽ അളക്കരുത്. അതിനെ ഉദാഹരിച്ചതാണ്. കാരണം സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആ മനോഭാവം എന്താ? സൂറ യാസീൻ എന്താ പറയുന്നത്? ഖീല ദുഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇന്നത്തെ ജോർദാൻ അന്താഖിയയിലേക്ക് മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ സന്ദേശം പറയാൻ പോയ പ്രബോധകനായ ഹബീബുൻ നജ്ജാർ, ആ ഹബീബുൻ നജ്ജാറിനെ എറിഞ്ഞു കൊല്ലുകയാണ്. ഏറ് കിട്ടി ഹബീബുൻ നജ്ജാർ ഷഹീദായിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലുള്ളവരോട് ആഖിറത്തിൽ നിന്ന് പ്രസംഗിച്ച ഏക മനുഷ്യനാണ് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മഹാനുഭാവൻ. അദ്ദേഹം സ്വർഗം കാണുന്നുണ്ട്, ദുനിയാവിലാണ്. അപ്പൊ ഹബീബുൻ നജ്ജാറിനോട് പറയപ്പെട്ടു, ഖീല, ഹബീബുൻ നജ്ജാറിനോട് പറയപ്പെട്ടു, ഇദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നു വന്നാലും എന്ന് ഹബീബുൻ നജ്ജാറിനോട് പറയപ്പെട്ടു. സ്വർഗം കാണുമ്പോ ഹബീബുൻ നജ്ജാർ എന്താ പറയുന്ന അറിയോ?
ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് ഹൈ ഗ്രേഡും മെറിറ്റും സ്ഥാനവും സ്വർഗത്തിൽ കിട്ടിയ കാര്യം എന്നെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന ഈ പാവം ഈ മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തുകൊണ്ട്? അവരും നന്നായി എന്നെ പോലെ സ്വർഗത്തിലേക്ക് വരുമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ മെന്റാലിറ്റിയിൽ ആലോചിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? നമ്മളെ ഇസ്ലാമിന്റെ എതിരാളികൾ അടിച്ചു കൊല്ലാൻ പോവാണ്, നമ്മൾ സ്വർഗം കാണുന്നു. ദുനിയാവിലെ മനസ്സ് വെച്ചിട്ട് നമ്മളെന്താ ചിന്തിക്കുക? ഒന്ന് പോ ചങ്ങായിമാരെ, എനിക്കിതാ സ്വർഗം കിട്ടുന്നു, നിങ്ങളെ നരകത്തിന് കത്തിക്കൊന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ലെന്ന് ഖുർആൻ. അപ്പോൾ കരുതുക, എന്നെ എറിഞ്ഞു കൊല്ലുന്ന ഇവരും എന്നെ പോലെ സ്വർഗത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതല്ലേ തഫ്സീർ? അപ്പൊ ആഖിറത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തുമ്പോ ദുനിയാവിലെ മൈൻഡ് സെറ്റ് മാറ്റും. അതാണ് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അപ്പൊ ദുനിയാവില് ഈ പുതിയ ഭാഷ പ്രകാരം എന്തൊക്കെ പറയല്ലോ, നമ്മളൊന്നും ഉപയോഗിക്കണ്ട. അങ്ങനെ ഈ പരപുരുഷ ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുന്ന, താല്പര്യപ്പെടുന്ന ആ ഒരു മൈൻഡ് ആയിരിക്കില്ല സ്വർഗത്തിലെ സ്ത്രീകളുടെ മനസ്സ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാതാവുമ്പോഴേ പ്രശ്നമുള്ളൂ. അതിൽ കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടാവുകയും സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, സ്വർഗത്തിലെ സെക്സും സ്വർഗത്തിലെ പാലും സ്വർഗത്തിലെ തേനും സ്വർഗത്തിലെ ഫ്രൂട്ട്സും സ്വർഗത്തിലെ കൊട്ടാരവും സ്വർഗത്തിലെ മരങ്ങളും, അതൊക്കെ ആയിരം വിശേഷങ്ങളിൽ 999-ാമത്തേതും 1000-ാമതുമാണ്. അതിന്റെ മുമ്പുള്ള മൊത്തം വിശേഷം ലിഖാഉല്ലാഹി വ മുറാഫഖത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണും ആണും സെക്സും പാലും ജ്യൂസും ഒന്നുമല്ല, അള്ളാനെ കാണലും റസൂലുള്ളാഹിനോട് മിണ്ടലുമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവതരിപ്പിക്കുന്ന സ്വർഗം അതാണ്, അല്ലാതെ സെക്സിന്റെ കഥ. അതൊക്കെ രസത്തിന്, അതിന്റെ എന്താണ് ബിദ്ദാത്ത് മഖ്സൂദ് അല്ല, ബിത്തബായിട്ട് പറയുന്നതാണ്. അതല്ല ഞാൻ ഈക്കാഉൽ ഹിമമിൽ ഇബ്നുൽ ഹാജിബ് തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചത്. സ്വർഗത്തിൽ ഇപ്പുറത്ത് ഹൂർലിങ്ങളുണ്ട്, അപ്സരസ് ഉണ്ട്, ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അതല്ലേ ഒരു സ്വർഗാവകാശിയുടെ മനസ്സ്. ഇത്രയും സുഖപരതയുടെ പളപളപ്പ് ഇവരുടെ ഭാഷയിൽ അതുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാനെ കാണുന്നതിനെ തൊട്ടവർ മറയിടപ്പെട്ടാൽ, തടയിടപ്പെട്ടാൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്ത എന്ന് പറഞ്ഞുകൊണ്ടവർ വിലപിച്ച് കേണു പറയും. നരകത്തിലെ തീയിൽ നിന്ന് കരിയുന്ന ആളുകൾ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് കരഞ്ഞു പറയുന്ന പോലെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾക്ക് അല്ലാഹനെ കണ്ടാൽ മതി എന്ന് മുഅ്മിനീങ്ങൾ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹൂർലിങ്ങളെ കഥയൊന്നും സ്വർഗത്തിന്റെ കഥയിൽ 100ാമത്തെ കഥയാണ്. നമുക്കത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? അവർ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, സ്വർഗം പറയുന്നതിൽ നമ്മൾ സൂഫി മൻഹജിൽ നിന്ന് അകന്നു. ഞാൻ ഉസ്താദിനെ പറയല്ല, നമ്മളെല്ലാവരും നമ്മൾ പറയുന്ന സ്വർഗം ശരീരത്തിന്റെ സ്വർഗമാണ്. കുടിക്കുന്ന സ്വർഗം, തിന്നുന്ന സ്വർഗം, ഭുജിക്കുന്ന സ്വർഗം, ആ സ്വർഗമാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ്, അതൊക്കെ ബിദ്ദാത്ത് എന്ന് പറയുന്നത്. ഇദാ സഅൽതൽ ജന്ന, റസൂലുള്ളാഹിന്റെ വേറെ ഹദീസ്, നീ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഫസ്അലിൽ ഫിർദൗസിൽ അഅല, നീ ഫിർദൗസിൽ അഅലക്ക് വേണ്ടി ചോദിക്കണം. ഫഇന്ന സഖഫഹു, കാരണം ഫിർദൗസിൽ അഅലയുടെ മേൽക്കൂരയാണ് അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിൽ ഏറ്റവും വലിയ ബാൽക്കണിയുടെ വിശേഷമായി അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, തീരാത്ത ഉടയാത്ത ഉടലുകളുള്ള സ്ത്രീകളോ മദ്യപ്പുഴയോ അതൊന്നുമല്ല. അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കാഴ്ചയാണ്, അള്ളാഹുവിന്റെ തിരുമുൾ ദർശനമാണ് ഫിർദൗസിൽ അഅലയുടെ ഹൈലൈറ്റ് എന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യമുണ്ട്, വായിക്കാം. പരിശുദ്ധ ഇസ്ലാം
ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും സംയുക്തമായതാണ്. അതിൽ പല കാര്യങ്ങളും ഗൈബിയായ കാര്യങ്ങളാണ്. ഒരു ഔലിയാക്കൾക്കും പ്രവാചകന്മാർക്കും ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ സമർത്ഥിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒരു സാധാരണ മുസ്ലിം ഇത്തരം വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രതികരണം നടത്തേണ്ടത്? നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്നുള്ളത് ഇസ്ലാമികമായി ചിന്തിക്കാതെ തന്നെ ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പെരടിയിൽ എവിടെ വരെ രോമമുണ്ട് എന്ന് കണ്ണാടി നോക്കാതെ പറയാൻ കഴിയും. നമ്മുടെ കാണുന്ന കണ്ണിൻ്റെ പീലിയുടെ എണ്ണം താഴെയുള്ളതോ മീതെയുള്ളതോ നമുക്ക് എണ്ണി പറയാൻ കഴിയുമോ? ഇല്ല. മനുഷ്യന്റെ ശരീരത്തിലുള്ളത് തന്നെ മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. ഉള്ളിലുള്ളതല്ല, പുറത്തുള്ളത്. ഉള്ളിലുള്ളത് അത്രയും കണ്ടെത്താൻ കഴിയില്ല. അപ്പോ എന്താ പറഞ്ഞത്? ആഫാക്കിലും അംഫുസിലും അള്ളാന്റെ ആയാത്തുകൾ ഉണ്ടാകും. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ തബയ്യന ലഹും അന്നഹുൽ ഹഖ്. അപ്പോ ചക്രവാളങ്ങളിലും ശരീരങ്ങളിലും അള്ളാന്റെ ദൃഷ്ടാന്തമുണ്ട്. മീൻസ് അറിയാത്തത് ഒരുപാട്. ശരീരത്തിൽ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ ഭൂമിയിൽ അതിലേറെയുണ്ട്, ആകാശങ്ങളിൽ അതിലേറെയുണ്ട്, മലക്കൂത്തിലും നാസൂത്തിലും ജബറൂത്തിലും മലഉൽ അലയിലും അതിനേക്കാളുമുണ്ട്, അള്ളാന്റെ ലോകത്ത് അതിനേക്കാളുമുണ്ട്. ഇത് മനുഷ്യന്റെ പ്രാഥമിക ബോധം കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടെന്ന് അംഗീകരിച്ചാൽ തന്നെ മതി. യുഅ്മിനൂന ബിൽ ഗൈബ്. അപ്പോൾ തന്നെ വിശ്വാസം ഉണ്ടായി. പിന്നെ ഈ പറയുന്ന ഔലിയാക്കളും അതേപോലെ അമ്പിയാക്കളും അസാധാരണമായ വഴികളിലൂടെ കറാമത്തൻ മുഅ്ജിസത്തൻ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വാഭാവികമായി അവരുടെ പ്രത്യേകതയാണ്, അവരുടെ അസാധാരണത്വമാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രത്യേകിച്ച് ആദരിക്കുന്നതും പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നതും. ഈ പ്രവാചകന്മാരാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതേസമയം അള്ളാഹുവിന്റെ വിലായത്ത് ആർജിച്ചെടുക്കുവാൻ ഓരോ മുക്കല്ലഫായ മനുഷ്യനും കസ്ബിയായ ഒരു ഇഖ്തിയാർ ഉണ്ട്. എത്തുമോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യം. നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അള്ളാഹു അവിടെ എത്തിക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഇതിനെ ഭൗതികമായി ചിന്തിച്ചാലും വളരെ ഓക്കെയാണ്. ഇപ്പൊ ഇവര് ഈ സയൻസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഭാസമുണ്ട്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി. അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്താ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ? ഈ കണ്ടെത്തപ്പെട്ട ഒബ്സർവ്ഡ് യൂണിവേഴ്സ്, കണ്ടെത്തപ്പെട്ട ലോകം. ഈ കണ്ടെത്തപ്പെട്ട ലോകത്തിന്റെ വലിപ്പം എത്രയാന്നുള്ളത് അത് ഒരു അക്കം കിട്ടൂല. അതിന് അത്രയും വലിയ ഡയമീറ്റർ എന്ന് പറയും. അത്രയും വലിയൊരു വിശാലമായ ഒരു ഉരുണ്ട മഹാഗോളമാണ് കണ്ടെത്തപ്പെട്ട ലോകം. പറയുമ്പോൾ നേരം പോകുന്നത് കൊണ്ടാണ്. സയൻസിന്റെ ഭാഷയിലും ഈ കണ്ടെത്തപ്പെട്ട പ്രപഞ്ചത്തിന്റെ ആകൃതി ഡയമീറ്റർ ആണ്, റൗണ്ടാണ്. നമ്മളെ തശ്രീഹുൽ അഫ്ലാക്ക്, ജസ്റ്റ് ഫലക്കിന്റെ കിതാബെങ്കിലും ഓതിയവർക്ക് അറിയാമല്ലോ ഈ ഭൗതിക ലോകത്ത് എങ്ങനെയാണ് തശ്രീഹുൽ അഫ്ലാക്കിൽ പറയുന്നത്. അൽ ആലമുൽ ജിസ്മാനിയു ഖുറത്തുൻ മുനല്ലദത്തുൻ മിൻ 13 ഖുറത്തൻ എന്നല്ലേ പറഞ്ഞത്? 13 ഗോളങ്ങളാൽ അടുക്കി വെക്കപ്പെട്ട ഒരു മഹാഗോളമാണ് അൽ ആലമുൽ ജിസ്മാനി. അന്ന് ഈ പറയുന്ന ആസ്ട്രോണമിയോ ആസ്ട്രോഫിസിക്സോ ഒന്നും ഇല്ല. പക്ഷെ ഇന്നിത് ഏകദേശം കണ്ടെത്തപ്പെട്ടപ്പോ പറയാണ് ഡയമീറ്റർ ആണ്, കുറയാണ്. പക്ഷെ എന്റെ വിഷയം അതല്ല. പക്ഷേ ഈ കണ്ടെത്തപ്പെടാത്ത ലോകമാണ് കണ്ടെത്തപ്പെട്ട ലോകത്തേക്കാൾ കൂടുതൽ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ഈ കണ്ടെത്തപ്പെടാത്ത ലോകത്തെ കുറിച്ച് പറയുന്ന പേരാണ് ഡാർക്ക് മാറ്റർ, ഇരുണ്ട ലോകം. അപ്പൊ കണ്ടെത്തപ്പെടാത്ത ഒരുപാട് സംഗതികൾ ഉണ്ടെന്ന്. അതേപോലെ ഡാർക്ക് എനർജി, ആ ഇരുണ്ട ലോകത്തെ, അജ്ഞാത ലോകത്തെ വിശാലമാക്കുന്ന, ആക്സിലറേഷൻ ചെയ്യുന്ന ശക്തി, ഊർജം, അതാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സയൻസിന്റെ കണ്ണിലും അറിഞ്ഞതിനേക്കാൾ ഗൈബിയായ സംഗതിയാണ് കൂടുതലുള്ളത് എന്ന് തന്നെയാണ് ഫിസിക്സും പറയുന്നത്. അത് ഏത് സാധാരണക്കാരന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്തോ ഒന്നുകൂടി ഉണ്ട് ഉസ്താദേ.
സമയമില്ല, ഒറ്റൊരു ചോദ്യം കൂടി എന്നാ പറയുന്നത്. ഏതായാലും ഇതിൽ വന്നൊരു ചോദ്യം ഏതായാലും ഇതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള പ്രവാചകന്റെ വിവാഹവും പ്രവാചകന്റെ വിവാഹങ്ങളെ സംബന്ധിച്ചും വളരെ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഇനിയും എൻ്റെ പഴയ വാദത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളുടെ മൻഹജിൽ വെച്ചുകൊണ്ടാണിത് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം ത്യാഗമായിരുന്നു എന്നുള്ളതാണ് സൂഫി മൻഹജ്. ത്യാഗമായിരുന്നു, ആനുകൂല്യം പോലുമല്ല. ബേസിക്കലി അതിന്റെ ജനറലായി ആലോചിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സാമൂഹിക നേതാക്കന്മാർക്കെല്ലാം എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ജനറലി ആലോചിച്ച് നോക്കും. നമ്മുടെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോ ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ഹെറാക്ലീസ്, സസാനിയൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഷീർഷവൈഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താ, ഹുർമുജർദോ, അതേപോലെ ബഹ്റൈനിലെ ഈജിപ്തിലെ മുക്കൗക്കിസ്, ബഹ്റൈൻ രാജാവ് നേഗസ്, ആ കാലഘട്ടത്തിലെ ലോക രാജാക്കന്മാർക്കും ഗോത്ര മൂപ്പന്മാർക്കും എത്രയോ നൂറുകണക്കിന് ഭാര്യമാരുണ്ട്. അന്നത്തെ സാമൂഹികമായ സിസ്റ്റം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കവിയാണ്, ഉന്മത്തനാണ്, അധികാരമോഹിയാണ്, ആഭിചാരക്കാരനാണ്, നുണയനാണ്, മാതല്ല, ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി നാവിൽ കിട്ടുന്ന എല്ലാ ആക്ഷേപങ്ങളും ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. വലീദ് ബിൻ മുഗൈറയൊക്കെ എന്തൊക്കെ പറഞ്ഞു? വലീദ് ബിൻ മുഗൈറയെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നുസ്ലീഹി സഖർ വമാ അദറാക സഖർ. സഖർ എന്ന് പറയുന്ന നരകം ചങ്ങാതിയെ രുചിപ്പിക്കും. എന്തേ കാരണം? റസൂലിനെ പറ്റി തെറി പറഞ്ഞതാണ്. ഇങ്ങനെ പലതും പറയപ്പെട്ടിട്ടും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ ഒരു ആരോപണം വന്നിട്ടില്ല, പ്രവാചകൻ ഒരു പെൺകോന്തനാണെന്ന്. എന്തുകൊണ്ടെന്നറിയോ? പ്രവാചകൻ കെട്ടാവുന്ന പെണ്ണുങ്ങളുടെ, പ്രവാചകന്റെ പദവി, അതേപോലെ ഒരു സാമൂഹിക നേതാവ് ആ കാലഘട്ടത്തിൽ കൊണ്ടു നടന്നിരുന്ന ഭാര്യമാരുടെ 10 പോലും പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ആരോപണം ഉണ്ടായിട്ടും ആ ആരോപണം ആരും ഉന്നയിച്ചില്ല. അതാണ് അതിന്റെ ഒരു പൊതുവായ കാര്യം. ഇനി മതത്തിന്റെ അകത്തേക്കൊക്കെ വന്നാൽ ചില ദൈവങ്ങൾക്കൊക്കെ 18,000 20,000 ഭാര്യമാരൊക്കെ ഉണ്ട് എന്നാണ്. നമ്മൾ പരാക്ഷേപത്തിലേക്ക് പോവുകയല്ല. ഇനി ഇസ്ലാം അതിന്റെ ഹിക്മത്തിലേക്ക് വന്നാൽ, ഞാൻ വിശദീകരിക്കുകയല്ല, അതിന്റെ മത്തിൻ മാത്രമേ പറയുന്നുള്ളൂ. ഹിക്മത്തിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പലകയിൽ എഴുതപ്പെട്ട നിയമങ്ങളല്ലല്ലോ. മൂസ അലൈഹി ഇസ്ലാമിന് ലൗഹ് വന്ന പോലെ 1, 2, 3 എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യവസ്ഥയല്ല ഇസ്ലാം. മറിച്ച് സ്റ്റേജ് ഷോയുമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് 23 കൊല്ലത്തെ പ്രവാചകന്റെ പൊതു സാമൂഹിക ഗാർഹിക വ്യക്തിപര സ്വകാര്യ ജീവിതമാണ്. അപ്പൊ സ്ത്രീ സംബന്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ കിട്ടാൻ എല്ലാ തരത്തിലുള്ള സ്ത്രീകളെയും പ്രവാചകന്റെ കൂടെ ജീവിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സമ്പൂർണതയ്ക്ക് ആവശ്യമാണ്. 25 വയസ്സുകാരനായ ഒരാളാണ് 40 വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നത്. അത് തന്നെ 2 തവണ വൈദവ്യം പേറിയ ഒരു പെണ്ണ്, 3 പെൺകുട്ടികളുടെ മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ആ ഖദീജ ബീവി വഫാത്താവുന്നത് വരെ വേറെ ഭാര്യയില്ല. ശരിക്കും നിങ്ങൾ നമ്മളെ വെച്ച് ആലോചിച്ച് നോക്ക്. ഖദീജ ബീവി വഫാത്താകുമ്പോ ഖദീജ ബീവിയുടെ പ്രായം എത്രയാ? ഹുസൈൻ 10-ാം കൊല്ലല്ലേ? അപ്പോ ഖദീജ ബീവിയുടെ പ്രായം എത്രയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര? 65 വയസ്സായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം വരെ ഒരു വൃദ്ധയുടെ കൂടെയാണ് ജീവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശാരീരികമായ താല്പര്യം ഉണ്ടെങ്കിൽ 55ഉം 60ഉം 58ഉം ഒക്കെ വയസ്സുള്ള ഒരു പെണ്ണിന്റെ കൂടെയല്ലേ തന്റെ ജീവിതത്തിലെ, ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ കത്തിപ്പൂത്ത് നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന യൗവന പൗരുഷം മുഴുവനും വിനിയോഗിച്ചത്. അതേ സമയത്ത് പ്രവാചകനോട് എന്ത് ഓഫർ ഉണ്ടായിരുന്നു അറിയോ? പ്രവാചകന്റെ ഓഫർ എന്താ? നിങ്ങൾ പറയുന്ന ഏത് പെണ്ണും, നിങ്ങൾ പറയുന്ന കാണിക്കുന്ന മലയുടെ പൊക്കത്തിൽ പൊന്നും, ഏത് മണ്ണിന്റെ അധികാരവും നിനക്ക് തരാം. നീ നിന്റെ അള്ളാനെയും പിടിച്ചിട്ടുള്ള വർത്താനം ഒന്ന് നിർത്തി തരുവോ? ഇതാണ് മക്കക്കാരുടെ ആവശ്യം. അപ്പൊ പ്രവാചകന്റെ മറുപടി എന്തായിരുന്നു? ലൗ കുന്തും വളഅ്തും ഹാദിഹി ശംസ ഫീ യമാനി വൽ ഖമറ ഹാദാ ഫീ യസാരി അലാ അൻ അത്റുക ഹാദൽ അംർ മാ തറക്തു.
നിങ്ങൾ പെണ്ണും പൊന്നും മണ്ണും കാണിച്ചല്ലേ എന്നെ പ്രലോഭിപ്പിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ, ആ കാണുന്ന സൂര്യബിംബത്തെ എന്റെ ഈ വലത് കൈയിലും ആ കാണുന്ന നിലാബിംബത്തെ എന്റെ ഈ ഇടത് കൈയിലും വെച്ച് തന്നാൽ പോലും അള്ളാനെ പറയുന്നതിൽ നിന്ന് ഞാൻ മുഹമ്മദ് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു വൃദ്ധയുടെ കൂടെയായിരുന്നു യൗവനം മുഴുവനും. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് പിന്നെ ഒരു കന്യക, ഇനി 6-ാം വയസ്സോ 9-ാം വയസ്സോ, അതാണ് ഈ വിഷയം. കാരണം കന്യക പ്രായം മുതലുള്ള പെണ്ണിന് ഇസ്ലാമിന്റെ നിയമം എന്താണ് എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ തെളിയണമെങ്കിൽ, പറയണമെങ്കിൽ ഒരു കന്യകയെ ആ പ്രായത്തിൽ സാഹിബുൽ വഹിയായ ഒരു പ്രവാചകന്റെ കൂടെ ഏൽപ്പിക്കലല്ലാതെ വഴിയില്ല. മനുഷ്യ ജീവിതത്തിന് അത് ആവശ്യമാണ്. പിന്നെ വന്നതിൽ ഒറ്റ കന്യകമാരില്ല, വൈദവ്യമുള്ളവരാണ്. അതാണ് ഞാൻ പറയുന്നത്, പ്രവാചകന്റെ വിവാഹം ത്യാഗമാണ്. ആ ത്യാഗമാണെന്ന് മനസ്സിലാവാൻ ഇത്ര ജസ്റ്റ് ചിന്തിച്ചാൽ മതി. നമ്മൾ വളരെയേറെ ആദരിക്കുന്ന ഒരു ഉസ്താദ്, ഒരു ഷെയ്ഖ്, ഒരു മഹാപണ്ഡിതൻ, എപ്പോഴും കിതാബിന്റെ ലോകത്താണ്, ഔറാദിലാണ്, ദിക്റിലാണ് അങ്ങനെ ജീവിക്കുന്ന സാത്വികനായ ആബിദായ ഒരു മനുഷ്യൻ. നിങ്ങൾക്കറിയാവുന്ന ഏത് മുഖോർത്തോക്കൂ, ആ മനുഷ്യനോട് പറയുകയാണ്, നല്ലൊരു സ്ത്രീ ഉണ്ട്, കെട്ടുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ബാങ്ക്. കഴിഞ്ഞു തോന്നുന്നു. എന്തായിരിക്കും മറുപടി? എനിക്ക് വേണ്ട. കാരണം എന്താ? നിസ്കാരം മുടങ്ങും, മുത്താല മുടങ്ങും, ഔറാദ് മുടങ്ങും, ദിക്ർ മുടങ്ങും. അള്ളാഹുവിൽ ലദ്ദത്തും രസവും കണ്ടെത്തിയ, അള്ളാഹുവിൽ രസം കണ്ടെത്തിയ, ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷെ ഒരു പെണ്ണ് തന്നെ കെട്ടില്ല. ഇമാം നബി തങ്ങൾ കല്യാണം കഴിച്ചില്ല. എന്തുകൊണ്ടാ? അത്ര സമയം ഇവിടെ മുത്താലയും തസ്നീഫും മുടങ്ങും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് അദ്ദേഹം കരഞ്ഞു. എന്തേ അറിയോ? റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, കല്യാണം കഴിക്കാൻ. ആലോചിച്ചോക്കണം, എന്തേ കല്യാണം കഴിക്കാതിരുന്നത്? മുത്താല മുടങ്ങും. അള്ളാഹുവിൽ രസം കണ്ടെത്തിയ ആളുകൾ ചിലപ്പോ ഒരു കല്യാണം പോലും കഴിക്കില്ല. ഇതാരാണ്? ദുനിയാവ് മൊത്തം വേണോ? എന്നും ഇവിടെ ബാക്കിയാവണോ? ഇനി അള്ളാഹിന്റെ അരികിലേക്ക് പോവണോ? വഫാത്തിന്റെ സമയത്ത് ഖിയാർ കൊടുത്തു, റസൂൽ തെരഞ്ഞെടുത്തു അർ-റഫീഖൽ അല. അല്ലാഹുമ്മ അർ-റഫീഖൽ അല. എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് അള്ളാഹനെ മതി. ആ നബിയോട് പറയാണ്, ഒന്ന് കെട്ടി, ഒന്നും കൂടി കെട്ട്. കുറച്ചു കാലം കഴിഞ്ഞു, ഒന്നും കൂടി കെട്ട്, ഒരു വിവാഹം കൂടി. ഇതാ യുദ്ധത്തിലൊരു വിധവ, ആരും എടുക്കാൻ ആളില്ല, അങ്ങ് തന്നെ കെട്ടണം. ഇതാ അതും കൂടി. കുറച്ചുകൂടി കാലം കഴിഞ്ഞു, ഒരു ഗോത്രമുഖ്യന്റെ ഭാര്യ കൂടി അവശേഷിക്കുന്നുണ്ട്. അവരെ കൂടി അങ്ങ് വിവാഹം ചെയ്താൽ ആ ഗോത്രത്തിന് നമ്മളോടൊരു ഐക്യം കിട്ടും. മദീനയിൽ അല്ലെ ഇന്ന ഭാഗത്ത് ജീവിക്കുന്ന സഹാബികൾക്ക് ജീവഭയം ഉണ്ടാകൂല. സഹാബികൾക്ക് ജീവഭയം, സഹാബികൾക്ക് മാന്യമായി സമാധാനത്തോടെ ജീവിക്കാൻ പ്രവാചകനോട് നിർദ്ദേശം, നിങ്ങളൊരു കാര്യം ചെയ്തു തരണം, ആ ഗോത്രമുഖ്യന്റെ ഭാര്യയെ നിങ്ങളൊന്ന് നിക്കാഹ് ചെയ്തു തരണം. എന്നാൽ ആ ഭാഗത്തെ നമ്മുടെ എതിരാളികളുടെ ശല്യം കുറച്ച് കുറയും. ആവോ ആവും നിക്കാഹ്. കുറച്ചു കാലം കഴിഞ്ഞു, ഇതാ കാലിന് സുഖമില്ലാത്തൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് യുദ്ധത്തിൽ, തറവാട്ടുകാരിയാണ്. അവരെ വിവാഹം ചെയ്യോ? അവൻ ചെയ്യണം. ഇത് നമ്മളിലേക്ക് വെച്ച് ആലോചിച്ച് നോക്കൂ, നമ്മളിലേക്ക് വെച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ തയ്യാറാകുമോ? തയ്യാറാവും. എപ്പോൾ? അള്ളാഹുവിൽ രസമില്ലെങ്കിൽ തയ്യാറാകും. കിതാബ് ഇസ്ലാമികമായ അധ്യയനത്തിലും അധ്യാപനത്തിലും ദഅവത്തിലും മാധുര്യമില്ലാത്തവർ തയ്യാറാകും. പക്ഷേ പ്രധാന പരിഗണന പരലോകമായ പ്രവാചകന്റെ ഡെയിലി റൊട്ടീൻ ആലോചിച്ച് നോക്കൂ. സബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നു, സബഹി വരെ നിസ്കാരം, സബഹി ഉദയം വരെ ഔറാദുകൾ, ഉദയത്തോടുകൂടെ ലുഹ, പിന്നീട് വുഫൂദുകൾ, സാർത്ഥവാഹക സംഘങ്ങൾ. അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം. സഹാബികൾ വരുന്നു, പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കണം. കുടുംബ പ്രശ്നം, സാമൂഹിക പ്രശ്നം, അപ്പോഴേക്ക് യുദ്ധത്തിന് പോകണം, പറഞ്ഞേക്കണം. സാമ്പത്തികമായ വിഷയങ്ങൾ, സാമൂഹികമായ വിഷയങ്ങൾ, വേറെ രാജ്യങ്ങളിലേക്ക് പോകണം. അപ്പോഴേക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നു. ളുഹറാകുന്നു, അസറാകുന്നു, അങ്ങാടിയിൽ പോകുന്നു, പള്ളിയിൽ വരുന്നു, അഹ്ലുസ് സുഫ ഇസ്ലാം പഠിപ്പിക്കണം. ഇതാണ് ദൈനംദിന ജീവിതം. ഖുർആൻ വരുന്നു, ഓതുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പെണ്ണ്, രണ്ട് പെണ്ണ്, മൂന്ന് പെണ്ണ്. അള്ളാഹിന്റെ പ്രവാചകന്റെ വൈവാഹിക ജീവിതം ആനുകൂല്യമല്ല, അങ്ങേ
അറ്റത്തെ അള്ളാഹുവിന്റെ വഴിയിലുള്ള ത്യാഗമായിരുന്നു. ഏതുവരെ ഐഷ ബീവി വിവാഹവുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഏറെയുള്ള പ്രശ്നം സൈനബ ബീവിയിലെ വിവാഹമാണല്ലോ. ഒറ്റ വരി, സൈനബ ബീവിയെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ വലിയ ത്യാഗം എന്താ? നമുക്കിപ്പോ ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കാം, കല്യാണം കഴിക്കണം എന്നുണ്ടെന്ന് കൂട്ടിക്കാം. പക്ഷേ നമുക്കറിയാം, കല്യാണം കഴിച്ചാൽ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാകും. കിട്ടിവരുന്ന എല്ലാ ആനുകൂല്യം ഇല്ലാതാകും. വീട്ടുകാരെതിർക്കും, നാട്ടുകാരെതിർക്കും, ജോലി പോകും, CC ക്യാമറ ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ആ ബന്ധത്തിന് പോകുമോ? ഇല്ലല്ലോ. സൈനബ ബീവിയുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ ഇസ്ലാമിന്റെ നിഷേധികൾ മാത്രമല്ല, സഹാബികൾക്കിടയിൽ പോലും ചീത്തപ്പേരാകുമെന്ന് പ്രവാചകന് നല്ല പേടിയുണ്ടായിരുന്നു. വാസ്തവത്തിൽ സാക്ഷാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ആ വിവാഹം ചെയ്യണ്ട എന്ന പക്ഷക്കാരനായിരുന്നു. ഖുർആൻ തിരുത്തി, വതഖ്ശന്നാസ്, നബിയെ അങ്ങ് സമൂഹത്തെ ഭയപ്പെടുകയാണോ? വല്ലാഹു അഹഖു അൻ തഖ്ശ, അല്ലാഹനെ പേടിച്ചാൽ മതി കേട്ടോ, അതുകൊണ്ട് താങ്കൾ സൈനബയെ വിവാഹം ചെയ്യണം. എത്ര ബേജാറോടെയായിരിക്കും സൈനബയെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിക്കാഹ് ചെയ്തിട്ടുണ്ടാവുക. എന്റെ ഉമറിനോട് ഞാൻ ഇനി എന്തു പറയും? റളിയല്ലാഹു അൻ, എന്നെ തെറ്റിദ്ധരിച്ചേക്കാവുന്ന സഹാബത്തിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? സൈനബ വിവാഹം പോലും റളിയല്ലാഹു അൻ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ത്യാഗമായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പ്രവാചകന്റെ വിവാഹം പ്രവാചകൻ അള്ളാഹു പ്രത്യേകം കൊടുത്ത ഓഫർ പോലുമല്ല. എല്ലാ കാര്യത്തിനും എന്ന പോലെ ഏറ്റവും ത്യാഗം സഹിച്ചത് അള്ളാഹിന്റെ പ്രവാചകനല്ലേ. വിശന്നു, മുറിവേറ്റു, ഷഹാദത്തിന്റെ കൂലി പോലും കിട്ടത്തക്ക വിധം വിഷം വയറ്റിൽ ചെന്നു. അതുപോലെ മാനസികമായി ഏറ്റവും കൂടുതൽ മനസ്സ് ഓരോ സ്ത്രീക്കും പെണ്ണിനും കൊടുക്കുന്ന തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വാസ്തവത്തിൽ ആ ത്യാഗത്തിലേക്ക്, ആ പരീക്ഷണത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നെയുള്ളത് എന്താ? ഇവരുടെ ഒരു ആർഗ്യുമെന്റ്, എല്ലാ ദിവസവും എല്ലാ ഭാര്യമാരെയും സമീപിക്കും. ഈ സമീപിക്കും എന്ന് പറയുമ്പോഴേക്ക് ലൈംഗികതയിലേക്ക് ചിന്തിക്കുന്ന ആളുകളല്ലേ വാസ്തവത്തിൽ അതുകൊണ്ട് ചിന്തിക്കുന്നവർ. അറബിഹ എന്ന അറബി വാക്കിന്റെ പ്രയോഗം എന്താ? ആ വിഷയത്തിലേക്ക് കൂടുതൽ പോവേണ്ടതില്ല. കഥ പറയാൻ പോയി, സഹവസിക്കാൻ പോയി, ചാർച്ചയെ ചേർക്കാൻ പോയി, പായസം കുടിക്കാൻ പോയി, ചായ കുടിക്കാൻ പോയി, ചെലവ് കൊടുക്കാൻ പോയി. ഈ പോയി സന്ദർശിച്ചു എന്ന് പറയുമ്പോഴേക്ക് ഒരു ദിവസത്തിൽ ഇത്ര തവണ ഈ ഒരു മൗലവിയൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അദ്ദേഹമൊക്കെയാണ് വാസ്തവത്തിൽ ഔറത്ത് കൊണ്ട് ചിന്തിക്കുന്നയാൾ. ആ അവയവത്തിന്റെ പേര് പറയണ്ട, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അപ്പോ സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഹലോ സാർ, ഉസ്താദിന്റെ മറുപടി അങ്ങ് പറഞ്ഞാൽ മതി. അല്ലല്ല, അറിയാനാണ്. സൂഫി പ്രബോധനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് നേരിടുന്ന യുക്തിവാദ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം അതിലുണ്ടെന്ന് പറയുകയുണ്ടായി. ആധുനിക കാലത്ത് സൂഫി പ്രബോധനം നടത്തുന്ന ഇൻ്റർനാഷണൽ പ്രബോധകന്മാരെ പറ്റി ഒരു ചെറിയൊരു പരിചയപ്പെടുത്തൽ നടത്തിയാൽ വളരെ പ്രയോജനപ്രദമായിരിക്കും മനസ്സിലാക്കും. എനിക്ക് ആ വിഷയത്തിൽ ഒരു ആഴമുള്ള ധാരണയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ആധുനിക ലോകത്ത് വിജയപ്രദമായി നടത്തുന്ന ആളുകളുണ്ടോ എന്ന്. സൂഫി മൻഹജിലുള്ള നാലിൽ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന, അംഗീകരിക്കപ്പെട്ട ത്വരീഖത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയ അല്ലാമ ഹിഷാം കബ്ബാനി, അതേപോലെ അബ്ദുൽ ഹക്കീം മുറാദ്, ലണ്ടൻകാരനായ അബ്ദുൽ ഹക്കീം മുറാദ്. ഇനി അമേരിക്കയിൽ തന്നെ ഒരു പരിധിയോളം ഹംസ യൂസുഫ്, ഹബീബ് അലി ജിഫ്രി, പിന്നെ അതിനേക്കാളൊക്കെ പറയേണ്ട ഒരു പേര് ഒരുപക്ഷെ യമനിലെ ദാറു മുസ്തഫയുടെ സ്ഥാപകനായിട്ടുള്ള ഷെയ്ഖ് ഉമർ ഹഫീസ് അദ്ദേഹമായിരിക്കും. തവലല്ലാഹു ഉംറഹും. പലരും ഏകദേശം അതിൽ ഹിഷാം കബ്ബാനി ഇല്ലാത്തവരും ജീവിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ധാരാളം പണ്ഡിതന്മാരുണ്ട് സൂഫി മൻഹജിൽ നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുന്ന. അബ്ദുൽ ഹക്കീം മുറാദ് ഒക്കെ കാഴ്ചയിൽ ഒരു പക്ഷെ ഒരു ഉലമായിന്റെ ഒരു നമ്മുടെ ഈ പറയുന്ന ഒരു യമനി അല്ലെങ്കിൽ ഒരു അറബ് വേഷവും നല്ലതാനും, പക്ഷേ അദ്ദേഹം തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള ത്വരീഖത്തിന്റെ ഒരു ഖലീഫ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പക്കലാണ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ ആ നാട്ടിന്റെ ഒരു നിയമപരമായ ആനുകൂല്യം കൂടിയാവാം ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് സ്വമേധയ കൺവേർഷൻ ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ ഉള്ളത്.
അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അഹ്ലുസുന്നയുടെ സൂഫി മൻഹജ് അല്ലാതെയുള്ള റാഡിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന പ്രബോധകന്മാരൊക്കെ എന്താണെന്ന് അറിയില്ല. ഞാൻ ആരുടെയും മീതെ കയറിയോ അല്ലെങ്കിൽ ആരെയും അണ്ടർ എസ്റ്റിമേഷൻ ചെയ്തോ പറയുകയല്ല. അള്ളാഹു ആലം, നമ്മളൊക്കെ പരിചയം കൊണ്ടും അറിവ് കൊണ്ടൊക്കെ അവരെക്കാൾ എത്രയോ ചെറുതായിരിക്കും. പക്ഷെ അവരുടെ ഒരു ദഅവത്തിന്റെ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് കുറെ നിയമപ്രശ്നങ്ങളും കെട്ടിക്കൊടുക്കുകളും ആരോപണങ്ങളും ഒക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരൊക്കെ നിഷ്കളങ്കരും നിസ്വാർത്ഥരും തന്നെയാവാം. പക്ഷെ ഈ ബർക്കത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തോ ഒരു അള്ളാന്റെ ഇതൊരു സനദാണല്ലോ. ഇത് നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അൽ ഫാത്തിഹ വിളിച്ചുകൊണ്ടാണ് നടത്തുന്നത്. കാരണം ഇതിന് മുമ്പ് ഈ കാര്യം ചെയ്ത ആളുകളൊക്കെ ആത്മീകമായി നമ്മളെ സഹായിക്കണം. ആത്മീകമായി തസറുഫാത്തിന്റെ അധികാരമുള്ള അർവാഹൊക്കെ ഹാജരാകണം. ഇനി ഹാജരാകുന്നില്ലെങ്കിൽ അവരുടെ ഒരു കനഫ്, ഒരു മദദ് അള്ളാഹു നമുക്ക് ഇട്ട് തരണം. ആ പ്രതീക്ഷയിലാണ് നമ്മൾ കടപ്പെട്ട മുൻഗാമികളായ ആളുകൾക്ക് ഒരു ഫാത്തിഹ വിളിച്ച് അവരെ മക്ബറകൾ സിയാറ ചെയ്ത് ഒരു കാവൽ തേടി നമ്മൾ ഈ കാര്യം പറയുന്നത്. അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി. നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹിന്റെ റസൂലിനോട് പറയണം. താങ്കൾക്ക് പോലും സാധ്യമല്ല, മറിച്ച് വലാകിന്ന അല്ലാഹ യഹ്ദി, അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞതോ അവസാനം ലിയുബല്ലിഗുനി ഷാഹിദു അൽ ഗായിബ, ഷാഹിദ് ഗായിബിന് എത്തിച്ചു കൊടുക്കട്ടെ. എന്ത് പറഞ്ഞില്ല? ലിയുബല്ലിഗുനിൽ ആലിമു അൽ ജാഹില, ഈ കാര്യം അറിയുന്ന ആളുകൾ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഷാഹിദ് ഗായിബിന് കൊടുക്കട്ടെ എന്നാണ്. എന്താണ് ഈ ഷഹാദത്ത്? നമ്മൾ തന്നെ ഷഹാദത്ത് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ്. സനദ്ദാനത്തിൽ നമ്മൾ ഷഹാദത്ത് എന്നല്ല പറയുന്നത്. അപ്പൊ സനദ് കിട്ടിയ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ആർക്കാ സനദ് കിട്ടിയത്? സഹാബികൾ, പിന്നെ താബികൾ, തബഉ താബികൾ, അയിമ്മത്ത്, അങ്ങനെയുള്ള ആ ചങ്ങലയിൽ സിൽസിലയിൽ അത് റസൂലുള്ളാഹി രണ്ടും കൊടുത്തു. ഇസ്ലാമും കൊടുത്തു, ഈമാനും കൊടുത്തു, ഇഹ്സാനും കൊടുത്തു. ഈ ഇഹ്സാനാണ് നമ്മൾ തസവുഫ് എന്ന് പറയുന്നത്. ഇഹ്സാന്റെ വ്യവസ്ഥാപിതമായ രൂപമാണ് ത്വരീഖത്തുകൾ. അൻതഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. ആ മഅരിഫത്തിന്റെ വഴി, ആ വഴി കൂടി ഈ ദഅവത്തിന്റെ ഭാഗം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്ന്. അല്ലാതെ ആധുനിക സയൻസിന്റെ എലമെന്റുകളെ ഉപയോഗിക്കേണ്ടെന്നല്ല. എലമെന്റുകളെ ആ ചോദ്യം ഉസ്താദ് ഇത് ഒരു അവസരം പോലെ ഒരു 2 വാക്കുകൂടി പറയട്ടെ. അഹ്ലുസുന്നയുടെ സൂഫി വഴി പറയുന്നവർക്കാണ് ഈ പറയുന്ന സയൻസും പറയാൻ ഒന്നുകൂടി സൗകര്യം ഉണ്ടാവുക. എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഇവിടെ ഒരു തനാട്രോളജി എന്നുള്ളൊരു പദം ഉപയോഗിച്ചു, മരണസംബന്ധ ശാസ്ത്രം. അപ്പൊ അതിന്റെ ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറെ ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നോക്കൂ, അത്ര എതിർക്കാനൊന്നും കഴിയില്ല. ആ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ നമ്മളോട് പറയുന്നതനുസരിച്ച് മരണത്തിന്റെ തൊട്ടു മുമ്പ് മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളിൽ നടത്തിയ സർവേ പ്രകാരമുള്ള കണക്കുകളാണ്. ലന്നിയാത്താണല്ലോ ദുനിയാവിലുള്ള ഇൽമുകൾ. അപ്പൊ അതനുസരിച്ചുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന ആളുകൾ കാണുന്ന മനുഷ്യന്മാരിൽ 4-5% മാത്രമാണ് ജീവനോടെയുള്ള ആളുകൾ. ബാക്കി 95% ആളുകളും ഓൾറെഡി മരണപ്പെട്ടവരാണ് എന്നുള്ളതാണ് അവര് പറയുന്നത്. അല്ലാഹു അലം. ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെൻഡേഴ്സ് എന്നൊക്കെ ഉണ്ട്. അതിന്റെ പുസ്തകങ്ങളൊക്കെ വേണം, ഞാൻ അതിന്റെ PDF തരാം, വായിച്ചു നോക്കൂ. മരിക്കുന്നയാള് കാണുന്ന ആളുകൾ നേരത്തെ മരണപ്പെട്ടവരാണെന്ന്. വല്യപ്പമാര്, വല്യമ്മമാര്, ഗുരുക്കന്മാര്, ശൈഖമാര്. ചിലപ്പോ അതിന്റെ ഖണ്ഡനമായിട്ട് അത് പിശാചുക്കളാവാമല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര ചർച്ചകൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഫോളോ ചെയ്തപ്പോ ചില ആളുകളൊക്കെ അതിന് അപവാദമായിട്ട് പറഞ്ഞു, ഈ മരിക്കുന്ന ആളുകൾ കാണുന്നു എന്ന് പറയുന്ന ഈ നേരത്തെ മരണപ്പെട്ടു പോയവരുടെ രൂപത്തിൽ വരുന്നത് ശൈത്താനാകാം അല്ലോ, ശൈത്താനുമാകാമല്ലോ. ശൈത്താനായാലും നമ്മൾ വിജയിച്ചില്ലേ? ലോകത്ത് മുഅ്മിനീങ്ങളെ മറികടക്കാൻ ശൈത്താന് പറ്റൂലല്ലോ. കാരണം എന്താ? നിങ്ങൾ പറ, ശൈത്താൻ ഉണ്ട് എന്ന് ലോകത്ത് ആരേ പറഞ്ഞിട്ടുള്ളൂ? ശൈത്താൻ ഉണ്ട് എന്ന് ശൈത്താൻ പറഞ്ഞിട്ടുണ്ടോ? ശൈത്താൻ ഉണ്ട് എന്ന് അള്ളാഹു അല്ലേ പറഞ്ഞിട്ടുള്ളൂ? ശൈത്താൻ ഉണ്ട് എന്ന് അള്ളാന്റെ റസൂലേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ മരിക്കുന്ന നേരത്തെ നമ്മളെ കബളിപ്പിക്കാൻ വരുന്നത് ശൈത്താൻ തന്നെയാണെന്ന് കൂട്ടിക്കോ. എന്നാലും അത് ആരെ വിജയ? എനിക്ക് മനസ്സിലാവുന്നില്ലാലും കൊല്ലേ ആർക്ക് റബ്ബേ? റസൂലുള്ളാഹിന്റെ വിജയല്ലേ?
ഇപ്പൊ ഖുർആൻ പറയുന്നു എന്ത്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ കാഫർ ജിന്നിന്റെ ഹെഡ് അള്ളാഹിനോട് പറഞ്ഞു, അന്ത്യനാൾ വരെ എനിക്കൊരു ഡ്യൂട്ടി വേണം. എന്താ ഡ്യൂട്ടി? നിന്റെ വഴിയിലേക്ക് സിറാത്ത് മുസ്തഖീമിലേക്ക് ആൾക്കാർ വരുമ്പോ ഇടത്ത് കൂടിയും വലത്ത് കൂടിയും താഴെ കൂടിയും മീതെ കൂടിയും ഒക്കെ ഞാൻ ഓരെ സമീപിച്ച് ഓരെ പഴപ്പിക്കും. വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും മറന്നുപോയതൊക്കെ ഓർമ്മയാവൽ എപ്പോഴാണ്? പ്രാക്ടിക്കലി ചിന്തിച്ചോക്ക്. ഇതൊരു തെളിവൊന്നല്ല കേട്ടോ. ഒന്ന്, ബാത്റൂമിൽ റിലാക്സേഷൻ ഇരിക്കുമ്പോഴും, മറ്റൊന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ആരാധനകൾ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കൂലേ. മറന്നുപോയത് ഓർക്കുമെന്ന് മാത്രമല്ല, ഒരു ആലസ്യം വരിക. 90 മിനിറ്റ് ഫുട്ബോൾ കാണുമ്പോൾ ആരെങ്കിലും കോട്ടുവായിടലുണ്ടോ? നിങ്ങൾ പറ. 90 മിനിറ്റ് ഇനി എക്സ്ട്രാ ടൈമും ഇതൊക്കെ കഴിഞ്ഞ് ഇടയിലുള്ള പരസ്യം ആരെങ്കിലും ആവിയിടും, കൂട്ടുവായിടും? ഏയ് ഇല്ല. ഒരു ഗാനമേള കേൾക്കാൻ പോയി 3 മണിക്കൂർ ആരെങ്കിലും കൂട്ടുവായിടുവോ? ഇല്ല. പക്ഷെ ഇന്ന് ഖുർആൻ ഓതുക നിങ്ങൾ 5 മിനിറ്റേക്ക് ഇടതുപക്ഷ ചന്തി, പിന്നെ ഇടതുപക്ഷ ചന്തിയെ ഇപ്പുറത്തേക്കിട്ട് വലതുപക്ഷ ചന്തി, പിന്നെ ഒന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം എത്രയായി എന്ന് ഉറപ്പ് വരുത്തും, പിന്നെ ഫോണിലേക്ക് നോക്കി വാട്സാപ്പിനൊക്കെ ജീവനില്ലെന്ന് പിന്നെ ഉറപ്പ് വരുത്തി പിന്നെ ഓതാൻ തുടങ്ങും. പിന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് പിന്നെ ഓതും. ഒരു 1/4 മണിക്കൂർ ഖുർആൻ ഓതുമ്പോഴേക്ക് എത്ര തവണ ക്ലോക്ക് നോക്കി, ഫോണ് നോക്കി, ഇന്റർനാഷണൽ കാര്യങ്ങൾ ആലോചിച്ചു. പ്രശ്നം തന്നെയാണ്. ഇനി ഈ പറഞ്ഞ പോലെ 90 മിനിറ്റ് കളി പ്രശ്നമല്ല. നമ്മളെ ഉറുദി തന്നെയാണ്. ഇതാ റമദാൻ മാസം വരുന്നു. തറാവീഹിന്റെ സ്പീഡിന് ഇമാമിന് കുറച്ച് വലിയ സൂറത്തൊക്കെ ഓതിപ്പോയി എന്ന് കൂട്ടിക്കോ ഒരു അതിർപ്പത്തിന്. ഏയ് ഇതൊക്കെ നല്ല തന്നെ. പക്ഷെ ഇവിടെ പ്രശ്നമാണ്. ഇവിടെ അത് വേണ്ട. അത് നിങ്ങൾ വേറെ പള്ളിയിൽ. പക്ഷെ അത് വാസ്തവത്തിൽ ആരെ ജയ? ഖുർആന്റെ ജയാണത്. കാരണം ഖുർആൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ഭൗതികമായ ആനന്ദങ്ങൾ നടക്കുമ്പോ നിങ്ങൾക്ക് മടുപ്പ് വരില്ല. എന്റെ വഴിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് 1-ാം ഘട്ടത്തിൽ എന്ത് വരിക? പൈശാചികമായ സ്പർശനങ്ങൾ വരിക. അപ്പൊ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ പോകുമ്പോ ഉറപ്പിക്കണം, ഖുർആൻ ജയിക്കുകയാണ്, അള്ളാഹു ശരിയാണ്, റസൂലുള്ള ശരിയാണ്. അതിന് ഫിലോസഫിയിൽ ഒരു പേരുണ്ട്. എന്താ അറിയോ? ഇതാണ് എൻ്റെ ലാസ്റ്റിന് ചോദ്യവും വേണ്ട മറുപടിയും വേണ്ട. നിങ്ങൾക്ക് മുഷിയുന്നുണ്ട്, എനിക്കും അത്യാവശ്യം സമയമൊക്കെ ആയിട്ടുണ്ട്. അതിന്റെ പേര് പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്നാണ്. എന്താന്നും കൂടി പറയാം. പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറഞ്ഞാല് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചാൽ സംഭവിച്ചത് നല്ലതിനാണെന്ന് വരുത്തൽ. അതൊരു ഒരു 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 സംഗതിയാണത്. അപ്പൊ ഇന്ന് ഇവിടെ അൽഹംദുലില്ലാഹ് നല്ല കാലാവസ്ഥയാണ്. നിങ്ങൾ കാത്തിരുന്ന ഹുദൈബിയയുടെ സമ്മേളനം രാത്രി ഇൻഷാ അല്ലാഹ് ഗംഭീരമായി അള്ളാഹു നടത്തി തരട്ടെ. ഇനി അഥവാ നിങ്ങളെ പേടിപ്പിക്കല്ല, മഴയാറ്റങ്ങ് പെയ്ത് എന്ന് കൂട്ടിക്കാം. മഴ പെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ നന്ദി പറയുമ്പോ ഉസ്താദ് പറയും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിമനോഹരമായ കാലാവസ്ഥയിൽ നമ്മുടെ പരിപാടി നടന്നു, അൽഹംദുലില്ലാഹ്, മഴയൊന്നുമില്ല. ഒരുപക്ഷെ ഇങ്ങനെയും പറയും, അപ്പുറത്തും ഇപ്പുറത്തും മഴയൊക്കെ പെയ്തു, ഇവിടെ മഴയില്ല എന്ന് പറയും. ഇനി മഴ പെയ്ത് എന്ന് കൂട്ടിക്കോ. മഴ പെയ്താൽ അതേ ഉസ്താദ് എന്നെ സ്റ്റെപ്പങ്ങ് മാറ്റും. ആരും പോവരുത്, മഴ അള്ളാഹുവിന്റെ നിഅമത്താണ്, അവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മഴ പെയ്യരുത്. ഇനി പെയ്താൽ എന്താക്കുക? അത് നല്ലതിനാണെന്ന് വരുത്തുക. പോസ്റ്റ് ഫാക്ടോ, ഇഷ്ടമില്ലാത്ത ഒരു ഫാക്ട് നടന്നതിന് ശേഷം റീസണിങ്, അത് യുക്തിവൽക്കരിച്ച് നല്ലതിനാണെന്ന് ആക്കുക, ന്യായീകരിക്കുക. അത് ഫിലോസഫിയിലെ ഒരു രീതിയാണ്. എന്ന് പറഞ്ഞ പോലെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റരുത്. ഖുർആൻ ഓതുമ്പോ മടുക്കരുത്. ഇനി മടുപ്പ് വന്നു, ശ്രദ്ധ തെറ്റി, ഇനി അതിൽ ഖൈർ കണ്ടെത്തും. എന്താ ഖൈർ? ശ്രദ്ധ തെറ്റുമെന്നും മടുക്കുമെന്നും പിശാച് വരുമെന്നും അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിശാചിനോട് പറയാ, എന്റെ പൊട്ട, നീ മെനക്കെടണ്ട. നീ എത്രത്തോളം എന്റെ ശ്രദ്ധ തെറ്റിക്കുന്നുവോ അത്രത്തോളം എനിക്ക് അള്ളാഹുവിലുള്ള ഈമാനും ഖുർആനിലുള്ള വിശ്വാസവും റസൂലുള്ളാഹിന്റെ സത്യസന്ധതയിലുള്ള വഹിയിലുള്ള വിശ്വാസവും കൂടുകയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ക്രമേണ പിശാച് തോക്കും, അള്ളാഹു ജയിക്കും. അള്ളാഹു നമ്മളെ ജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ എന്തായിരുന്നു നമ്മളെ വിഷയം? എങ്ങനെയാണ് അതിലേക്ക് പോയത്? നമ്മുടെ ഈ സൂഫി ദഅവത്തിന്റെ രീതി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല, ഈ ഇത്തരം സയൻസിനെ ഉപയോഗിക്കാൻ പോലും നമുക്കാണ് പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വിശ്വാസമാണ് എന്ത്? ഒരാൾ മരിക്കുന്ന സമയത്ത് പിശാച് വരും, നല്ല ആളുകളും വരും, ചിലപ്പോൾ മശായിഖന്മാര് വരും, സഹായിക്കും, അവര് പറഞ്ഞു തരും എന്നൊക്കെയുള്ളത് നമ്മുടെ വിശ്വാസമാണ്.
അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്. സൂഫികൾ അതാണ് പ്രചരിപ്പിച്ചത്. അപ്പൊ ആ മൻഹജ് അതിന്റെ ഒരു പ്രസക്തി ബാക്കിയാകും എന്നുള്ളത് തന്നെയാണ്. ദ മോർ സയൻസ് ഗോസ് ഫോർവേഡ്, ദ മോർ അഹ്ലുസുന്ന ടു ഗോസ് ഫോർവേഡ് എന്ന് ഒരു പക്ഷെ അതിനെക്കുറിച്ച് പറയാനും കഴിയും. ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ പറഞ്ഞത് അതൊരു അവസാന വാക്കൊന്നുമല്ല. ഞാൻ മറ്റുസ്താദുമാരിൽ നിന്നും മറ്റുമൊക്കെ കേട്ടത് ക്രോഡീകരിച്ച് ജമ്മ ചെയ്ത് പറയുന്ന ഒരാൾ മാത്രമാണ്. എൻ്റെ വക അതിൽ ഗവേഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, ഇനി അങ്ങനെയല്ല ഇങ്ങനെ കൂടി സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് നല്ല നിലക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമല്ലോ. വലിയ ഉസ്താദുമാരാണ്. ഞാനൊരു അതിഥി എന്നുള്ള നിലക്കായിരിക്കും നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും പറകിലിരിക്കുന്നതും എന്നോട് ചോദിക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബർക്കത്തൻ എന്നുള്ള നിലയിൽ ഞാൻ എടുക്കുകയും അള്ളാഹു വലിയൊരു ബർക്കത്തായി വലിയൊരു അനുഗ്രഹമായി നമുക്ക് ഏവർക്കും പറയുന്ന കേട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു ഇത് ദുനിയാവിലും ആഖിറത്തിലും ഭവിപ്പിച്ച് നൽകട്ടെ.